മക്കളെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് 3 കാര്യങ്ങളാണ്. പക്ഷെ ആ 3 കാര്യം പറഞ്ഞേക്കാളും മുൻപ് 5 കാര്യം പറയണം. 5 കാര്യം പറഞ്ഞേക്കാളും മുമ്പ് 2 കാര്യം പറയണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ചധികം കാര്യം പറയാനുണ്ട്. നമ്മളെ കയ്യിൽ സമയം കുറച്ചേ ഉള്ളൂ. പ്രധാനപ്പെട്ട വിഷയം തന്നെ നമ്മൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഭാഷ എന്നുള്ളതാണ് ചോദ്യം. നമ്മളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയം, അത്രയേ ഉള്ളൂ. അതായത് ലോകത്തിലെ എല്ലാ ദിക്കിലും അത്രയേ ഉള്ളൂ. അത് മലയാളത്തിൽ നിന്നല്ല, ഇംഗ്ലീഷിൽ നിന്നല്ല, ഹിന്ദിയിൽ നിന്നല്ല, ലോകത്തിലുള്ള 800 കോടി മനുഷ്യന്മാരും സംസാരിക്കുന്ന ലോകത്തിലെല്ലാ 7600 ഭാഷകളിലും അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും എക്സ്പ്രസ് ചെയ്യാനുള്ള മീഡിയം ഒന്ന്. കാതുകൊണ്ട് കേൾക്കുന്ന, കണ്ടുകൊണ്ട് കാണുന്ന, നാവ് കൊണ്ട് സംസാരിക്കുന്ന, വാഗുകൊണ്ട് ആഹാരം കഴിക്കുന്ന മനുഷ്യർ സംസാരിക്കുന്ന ഒരു സാധനമാണ് ഇത്. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ജനിച്ചുകൊണ്ട് മലയാളം സംസാരിക്കുന്നു. നിങ്ങൾ ജനിച്ച് തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് സംസാരിച്ചെന്നെ, ജപ്പാനിലാണെങ്കിൽ ജാപ്പനീസ് സംസാരിച്ചെന്നെ, വേറെ എവിടെയെങ്കിലും എസ്പനോൾ സംസാരിച്ചെന്നെ, അല്ലെങ്കിൽ ഫ്രഞ്ച് സംസാരിച്ചെന്നെ, ഇംഗ്ലീഷ് സംസാരിച്ചെന്നെ, ഇറ്റലിയാണെങ്കിൽ ലാറ്റിൻ സംസാരിച്ചെന്നെ, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ അറബിക് സംസാരിച്ചെന്നെ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ജനിക്കുന്നത് അവിടുത്തെ ഭാഷ സംസാരിച്ചെന്നെ. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിനൊരു ഭാഷയ്ക്ക് ഇംഗ്ലീഷിന് പ്രത്യേകത, മലയാളത്തിനൊരു പ്രത്യേകത, അങ്ങനെയൊന്നുമില്ല. ഭാഷ എന്ന് പറഞ്ഞാൽ ഭാഷ അത്രയേ ഉള്ളൂ. വൈ ഇംഗ്ലീഷ്? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ്? അതിനാദ്യം 5 കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സിംപ്ലസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡാണ്. അത് ഭയങ്കര സിമ്പിളാണ്, ഒട്ടും കൺഫ്യൂസീവ് അല്ല. രണ്ടാമത്തെ കാര്യം വളരെ ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡാണ്. അപ്പോൾ സിംപ്ലസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ആയതുകൊണ്ടും ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ആയതുകൊണ്ടും മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഫാസ്റ്റസ്റ്റ് ലേണിംഗ് ലാംഗ്വേജ് ഇൻ ദ വേൾഡാണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ രണ്ടാമത്തെ കാരണം കൊണ്ടാണ് മൂന്നാമത്തെ കാരണം. അങ്ങനെ ഫാസ്റ്റസ്റ്റ് ലേണിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഭൂമിയിലെ മൊത്തം മനുഷ്യരും അവർ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അവർ സ്കില്ലിനെ സെല് ചെയ്യാൻ ഒരു കോമൺ ലാംഗ്വേജ്, ഒരു ബിസിനസ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. സ്കില്ലിനെ സെല് ചെയ്യാൻ നമുക്ക് 2 ഇതിൽ സെല് ചെയ്യാം. ജോബായിട്ട് സെല് ചെയ്യാം, അല്ലെങ്കിൽ വർക്കായിട്ട് സെല് ചെയ്യാം. മലയാളത്തിൽ രണ്ടും ജോലി തന്നെയാണ്, പക്ഷേ രണ്ട് സാധനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. നമ്മൾ രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം, നമ്മൾ കുളിച്ച് കുപ്പായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഡ്രസ്സ് അയൺ ചെയ്ത് പെർഫ്യൂം ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് എന്താ പറയുക, ബസ്സിലോ ബൈക്കിലോ കാറിലോ ട്രെയിനിലോ യാത്ര ചെയ്ത് ദിക്കി ചെന്ന് പഞ്ച് ചെയ്ത് അവിടെ 8 മണിക്കൂർ നമ്മൾ അവിടെ ഇരുന്ന് നമ്മളെ പണിയെടുക്കുന്നതിനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ. ഒരു കസേരയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്നിട്ട് ഈ അവിടുത്തെ ബോസ് പറയുന്ന നല്ലത് ചീത്ത, മണ്ടത്തരം, പൊട്ടത്തരം, വൃത്തികേട്, വിവരമില്ലായ്മ, ഗ്രൂപ്പ് പൊളിറ്റിക്സ് ഇതെല്ലാം സഹിച്ച് മാസം ഒരു 4-ാം തീയതി 5-ാം തീയതി ആകുമ്പോൾ ആ നമ്മൾ 8 മണിക്കൂർ നമ്മൾ അങ്ങോട്ട് സ്കില്ല്, ഈ ഇരുന്ന് ജോലി ചെയ്യാവുന്ന അല്ലെങ്കിൽ അതൊരു അണ്ടറിൽ ഒരാളെ ബോസിന് അണ്ടറിൽ ജോലി ചെയ്യാവുന്ന സ്കില്ലിനെ നമ്മൾ എടുത്തിട്ട് സെല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 5-ാം തീയതി ആണെങ്കിൽ 5-ാം തീയതി ശമ്പളം വരുന്നു, യുവർ സാലറി ഹാസ് ബിൻ ക്രെഡിറ്റ് എന്ന് പറയുന്നു. സാലറി വന്ന വർഷം തന്നെ എന്ത് സംഭവിക്കുന്നു? നേരെ വീടിൻ്റെ EMI, ബൈക്കിൻ്റെ EMI, കാറിൻ്റെ EMI, അത് കഴിഞ്ഞാൽ പലചരക്കടയിലെ കട, സാധനങ്ങൾ, അങ്ങനെ ഒരു ഫോണിൻ്റെ EMI എല്ലാം കഴിയുമ്പോൾ നമ്മൾ മൊത്തം കാശ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് കാശ് കഴിയും. രണ്ടാമത് കുറച്ച് തുച്ഛമാണ്, അത് 20 തീയതി വരെ ഒന്നും നീണ്ടു പോകില്ല. അപ്പോൾ ഇതൊരു സ്കില്ലാണ്, അതായത് ജോബ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ വേറൊരു സാധനമാണ് വർക്ക് എന്ന് പറയുന്നത്. മലയാളത്തിൽ വർക്കും ജോബും തന്നെയാണ്, പക്ഷെ അങ്ങനെയല്ല. വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സ്കില്ലിനെ സെല് ചെയ്യാൻ തന്നെ അത് ചിലപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കാം, ഒരു ഇവൻറ്റുകളായിരിക്കാം, ഒരു ബിസിനസ് ആയിരിക്കാം, വാട്ടവർ. അപ്പോൾ അങ്ങനെയും നമുക്ക് സെല് ചെയ്യാം. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇപ്പോൾ ബൾക്കീസ് ഇപ്പോൾ വന്നു, ബൾക്കീസിൻ്റെ ഡെമോഗ്രാഫിക് റേഞ്ച് എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്ന മാർക്കറ്റ് മാത്രമാണെങ്കിൽ ആകെയുള്ളത് 3.5 കോടി ജനങ്ങളാണ്. നമ്മൾ ജനിച്ചിട്ടുള്ളത് ഭൂമിയിലേക്കാണ്, കേരളത്തിലേക്കല്ല. അപ്പോൾ നമ്മൾ കേരളമാണ് എന്നൊരു മണ്ടത്തരം ചിന്തിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഭൂമി മൊത്തം നമ്മളുടെയാണ്, ഭൂമിയിലെ മൊത്തം മനുഷ്യന്മാർ. ഒരു ഐഡിയ കൂടി പറഞ്ഞുതരാം. ബിസിനസ്സിൻ്റെ കാര്യം മാത്രമല്ല, ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ ഒരാളുടെ UG കഴിഞ്ഞ ഒരാൾ ഇൻഡസ്ട്രിയൽ ആവറേജ്, അതായത് UG കഴിഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ LKG പോയി, UKG പോയി, 5 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ പോയി, 2-ൽ പോയി, 3-ൽ പോയി, 4-ൽ പോയി, 5-ൽ പോയി, 6, 7, 8, 9, 10, 11, 12, +2 അല്ലേ, പിന്നെ 13, 14, 15, അങ്ങനെ ഏകദേശം ഒരു 15-ാം ക്ലാസ് വരെ, അതായത് ഡിഗ്രി വരെ, 3 വർഷം ഡിഗ്രി വരെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുന്ന ഒരാളുടെ ഇൻഡസ്ട്രിയൽ ആവറേജ് ഇന്ത്യയിലെ 7000 രൂപയാണ്. വെറും 7000 രൂപ ഇൻഡസ്ട്രിയൽ ആവറേജ് ആണ്. അതിൻ്റെ അത്ര 7000 രൂപ കിട്ടുന്നല്ല, കിട്ടുന്നതിലും തമ്മിലൊക്കെ ഒരു ആവറേജ് 7000 ആണ്. 5000 രൂപയ്ക്ക് ബിടെക് കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം. ഇപ്പോൾ 2026 കേസ് പറഞ്ഞു 4600 രൂപയാണ് ഷെയറിംഗ് റൂമിൻ്റെ റെൻറ്റ്. അപ്പോൾ അവർക്ക് അതിൽ ഫുഡും താമസം കിട്ടും. അപ്പോൾ ബാക്കി കിട്ടുന്ന 400 രൂപയാണ്. നിങ്ങൾ കുടുംബം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും
85 രൂപന് അരക്കിലോ ചെറുപയറിന്, 45 രൂപന് നേന്ത്രപ്പഴത്തിന്, 110 രൂപന് 1 ലിറ്റർ പെട്രോളിന്. ബൈക്കിൻ്റെ അടവ് ഏകദേശം 5000 കൊടുത്തു. കാറിൻ്റെ ആണെങ്കിൽ ലേശം 18,000 രൂപ വരും. AC ഉണ്ടെന്നുണ്ട് വീട്ടിൽ ലേശം 3500 മിനിമം ഇലക്ട്രിസിറ്റി ബില്ല് വരും. ഫോൺ മിക്കവരെല്ലാവരും ബജാജ് കാർഡ് വഴിയായിരിക്കും. ഐഫോൺ ആണെങ്കിൽ എങ്ങനെ പോലെ 5000 രൂപ വരും. അതിന് ചുരുക്കി പറഞ്ഞാൽ 7500 രൂപയ്ക്ക് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഒന്നും. കാരണം ഒരു പുഴുങ്ങിയ കോഴിമുട്ടയ്ക്ക് 13 രൂപയും, ഒരു ചായക്ക് 13 രൂപയും, ഒരു കോപ്പിക്ക് 15 രൂപയും, ഒരു ഹോർലിക്സിന് 20 രൂപയാണ്. ഒരു സിനിമ തിയേറ്ററിൽ പോയി മിനിമം തിയേറ്ററിൽ സിനിമ ആണെങ്കിൽ 185 രൂപ, 175 രൂപയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ 7500 കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ഇംഗ്ലീഷ് എന്ന സാധനത്തിന് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അതേ ജോലി, ജോബായിട്ടുള്ള 8 മണിക്കൂറും വർക്കായിട്ടുള്ള ബാക്കി സമയവും നിങ്ങൾ വേറൊരു രാജ്യത്ത് ദിനാറിലോ റിയാലിലോ ഗൃഹത്തിലോ അല്ലെങ്കിൽ ഡോളറിലോ പൗണ്ടിലോ യൂറോയിലോ വിൽക്കാൻ തീരുമാനിച്ച സാധനം മാറി. ഇതേ ജോലി ചിലപ്പോൾ അവിടെ വിൽക്കുകയാണെങ്കിൽ UAE ലാണെങ്കിൽ 3000 ദിർഹം കിട്ടും. അത് ഏകദേശം ഒരു 10-90 അടുപ്പെടുത്ത് വന്നു. ഇപ്പോൾ ബ്രിട്ടനിലാണെന്നുണ്ടെങ്കിൽ ഒരു 3000 ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ലക്ഷം ഉൾപ്പെടുത്ത് പോകും. ബിസിനസ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ ലോകം മൊത്തം ആളുകൾ ഈ എളുപ്പം കൊണ്ട് ചൂസ് ചെയ്തതുകൊണ്ട് ഇംഗ്ലീഷ് ഈസ് ഈക്വൽ ടു മണി എന്ന് പറയുന്ന ഒരു രാസസൂത്രവാക്യം ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിരിക്കുന്നത്. ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞിടയ്ക്കെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ പ്രേമം മൂത്തൊട്ടൊന്നല്ല ഇംഗ്ലീഷ് പഠിക്കുന്നത്. ഗതികേട് കൊണ്ട് അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വ്യക്തിപരമായി താല്പര്യം ഇല്ലാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചെയ്യും, ഷോർട്ട് കട്ട് എടുക്കും. കാരണം നമുക്ക് വ്യക്തിപരമായി താല്പര്യമില്ലല്ലോ. നിവൃത്തികേട് ഗതികളുണ്ട്, ഈ സാധനം ചെയ്താൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ പോയിട്ട് ഏതെങ്കിലും ഷോർട്ട് കട്ട് ആളെ പറയുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി മുറിച്ചിട്ട് അതിനകത്ത് എന്താ പറയുക, എൻ്റെ ഒരു സാധനം ചെയ്തിട്ട് ഒരു 18 അക്ഷരത്തിൻ്റെ മന്ത്രമുണ്ട്, മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ പ്രത്യേക മന്ത്രം ജപിച്ചിട്ട് പച്ചക്കണ്ട് വിഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുത്തു 15,000 രൂപ. വേറെ ആൾ പറയണം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ലൈക്ക് ഒരു തേങ്ങ ഒഴിഞ്ഞിട്ട് പുറകിലേക്ക് വെച്ചിട്ട് രഹസ്യ കോഡുകളുണ്ട് 25 എണ്ണം, അത് വെച്ചിട്ട് പുറകിലേക്ക് എറിഞ്ഞ് തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറയുമ്പോൾ അപ്പോൾ കൊടുക്കുന്നതിൽ 23,000 രൂപ. അങ്ങനെ ഈ സകലമാന ഷോർട്ട് കട്ടുകളും എടുത്ത് ജീവിതത്തിൽ ഷോർട്ട് കട്ട് എടുത്ത് ഒരുപാട് തവണ ചൂടുവെള്ളത്തിൽ വീണ് പുറവും പിന്നാമ്പുറവും പൊള്ളിയ ആൾക്കാരാണ് ഇരിക്കുന്ന ആൾക്കാരിൽ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ നിങ്ങൾ വരുന്നത്. കാരണം ഇവിടെയെങ്കിലും വില പ്രതീക്ഷ വെച്ചിട്ട്, ശരിയല്ലേ? അപ്പോൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഷോർട്ട് കട്ടില്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എവിടെയും ഷോർട്ട് കട്ടില്ല, റീപ്ലേകളും ഇല്ല, ഷോർട്ട് കട്ടുകളും ഇല്ല. ഇരിക്കുന്ന ആരും കുഴപ്പമുണ്ടല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമുണ്ടാണ്. അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ നമ്മൾ ഒരു സബ്ജക്റ്റായിട്ടാണ് പഠിക്കുന്നത്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും എൻവയോൺമെൻറ്റ് സയൻസും പഠിക്കുന്നത് പോലെ ഒരു സബ്ജക്റ്റായിട്ടാണ് നമ്മൾ ഈ സാധനത്തിനെ പഠിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഭാഷയായിട്ട് തന്നെ പഠിക്കാൻ പറ്റും? യെസ്. ഭൂമിയിലുള്ള 800 കോടി മനുഷ്യന്മാരും ഈ 7500 ഭാഷയും പഠിക്കുന്ന ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഒരേ ഒരു മാർഗ്ഗം, ലിസൺ ആൻഡ് റിപ്പീറ്റ് ആണ്. കേൾക്കുക, അത് പറയുക. ഇതല്ലാതെ വേറൊരു മാജിക്കും ഭാഷകളിലില്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മറ്റേ ഈ സാധനമല്ലേ, ഏത് കൊമ്പ് ഇല്ല. നമ്മൾ സ്കൂളിൽ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. വീണ്ടും പറയുന്നു, അതൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചത് സ്കൂളിൽ. എങ്ങനെ? അതായത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സെപ്പറേറ്റ് ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ട്, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 4 കോപ്പി ഉണ്ട്, പിന്നെ ക്ലാസ് ടെസ്റ്റുകളുണ്ട്. ഓരോ വർഷം നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഓരോ ടീച്ചർമാരാണ്, ശരിയല്ലേ? 5ൽ പഠിപ്പിച്ച ടീച്ചറല്ല നമ്മൾ 6ൽ പഠിപ്പിച്ചിട്ടുള്ളത്, അതല്ല 7ൽ പഠിപ്പിച്ചത്, 8ൽ വേറെ ടീച്ചറുണ്ട്. ഒരു ഭാഷയ്ക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിൽ പ്രോസ്, പോയട്രി, ഡ്രാമ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ പഠിക്കണം, അല്ലേ? എന്നിട്ട് ഓണത്തിന് മുമ്പ് ഒരു എക്സാം, ക്രിസ്മസിന് മുമ്പ് ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് വിഷുവിന് മുമ്പ് ഒരു എക്സാം, അങ്ങനെ 3 എക്സാമുകൾ, പിന്നെ വർഷം 2 PET മീറ്റിങ്ങൾ. ഇവിടെ ജനിച്ചതുകൊണ്ട് ഇവിടെയുള്ള അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും പറയുന്ന ഭാഷ കേട്ട് നിരന്തരം കേട്ട് ഒരു ദിവസം 1 വയസ്സ്, 1.5 വയസ്സ്, 2 വയസ്സ്, 2.5 ചാവുമ്പോൾ പതുക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് ഭാഷ സംസാരിച്ചിട്ടുള്ളത്. വീണ്ടും പറയുന്നു, നമ്മൾ അമേരിക്കയിലായിരുന്നെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് സംസാരിച്ചേനെ, അത്രയേ ഉള്ളൂ. ആളുകൾ പറഞ്ഞൊരു ബുദ്ധിമുട്ടും ഇതിനകത്തില്ല. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ചുറ്റി പോകുമ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ അവിടെ നിന്ന് വിട്ടോ, കാരണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം അപ്പം നിങ്ങൾ അഷ്വർ ചെയ്യണം,
ഞങ്ങളുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം പഠിച്ചതുപോലെ ഇവിടെ ലിസൺ ആൻഡ് റിപ്പീറ്റ് വഴിയാണോ തരുന്നത്, സബ്ജക്റ്റ് അല്ലാതെ എക്സാമോ കുറേ സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടാണോ നിങ്ങളെ പഠിപ്പിക്കാൻ നോക്കുക? അങ്ങനെയാണെങ്കിൽ അവിടെ പോകണ്ട, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം ഇത്രയും കാലം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അത് കിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഇവിടെ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ഇതാണ്, നമുക്കൊരു ഭാഷ പ്രയോഗിക്കാൻ വേണ്ടി ആ ഭാഷ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് നോക്കൂ. ഒരു ഭാഷയുടെ 4 ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ LSRW ആണ്. അതായത് ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്, അല്ലെ LSRW എന്ന് പറയാം. ഈ 4 സാധനമാണ് ഒരു ഭാഷാധർമ്മങ്ങൾ. ശരിയല്ലേ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും മലയാള ഭാഷയുടെ 4 ധർമ്മങ്ങൾ അറിയില്ലേ? അല്ലേ? മലയാളം കേട്ടാൽ മനസ്സിലാവും, സംസാരിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, എഴുതാനും പറ്റും. അതിൽ ആർക്കും തർക്കമില്ലല്ലോ. നിങ്ങൾക്ക് മലയാള ഭാഷ അറിയോ എന്നതാണ് ചോദ്യം. ഇല്ല. കാരണം മലയാളത്തിൽ എത്ര അലങ്കാരങ്ങളെന്നറിയോ? മലയാളത്തിൽ 27 അലങ്കാരങ്ങളുണ്ട്. മലയാളത്തിൽ എന്താണ് വിഭക്തി എന്നറിയോ? എന്താണ് ആഗമസന്ധി എന്നറിയോ? എന്താണ് ദ്വിത്വസന്ധി എന്നറിയോ? എന്താണ് ലോപസന്ധി എന്നറിയോ? എന്താണ് കർത്താവ്, എന്താണ് കർമ്മം, എന്താണ് ക്രിയ, എന്താണ് ധാതു? പ്രശ്നമായി. എന്താണ് എന്താ പറയുക, എന്താണ് ഖരം, എന്താണ് ഘോഷം, എന്താണ് മൃദു? പ്രശ്നമായി. എന്താണ് അനുനാസിക ശബ്ദങ്ങൾ, എന്താണ് ഛന്ദസ്? ഛന്ദസ് എന്നാൽ അക്ഷരങ്ങളിൽ ഇത്ര എന്നുള്ള ക്ലിപ്തമാമ എന്നാണ്. എത്ര പേർക്ക് അറിയാം? എന്താണ് നദോന്നത, എന്താണ് ബഹുവി, എന്താണ് കാകളി? പ്രശ്നമായി. എന്താണ് ശാർദോൽ വിക്രീഡിതം? എങ്ങനെയാണ് ലഘുഗുരുതിരിക്കുക? അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പറയുന്നുണ്ടല്ലോ ലിസണിങ്ങും സ്പീക്കിങ്ങും റീഡിങ് റൈറ്റുള്ള മലയാള ഭാഷ, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ഭാഷ നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ഭാഷ പ്രയോഗിക്കാൻ ആ ഭാഷ പഠിക്കേണ്ട. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഭാഷയിൽ ഒരു ആവശ്യമുള്ള സാധനമാണ് എഴുത്തും വായന. കാരണം ഒരു ഭാഷ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കുന്ന നമ്മൾക്ക് സ്കില്ല് വരുന്നത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രം പഠിക്കണം. അപ്പോൾ അതിന് നമ്മൾ എഴുത്തും വായന നല്ല പഠിക്കേണ്ടത്. സംസാരിക്കാൻ പറ്റണം, അവർ പറഞ്ഞത് കൃത്യമായി മനസ്സിലാവണം, നമ്മൾ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റണം. അത്രേ ആവശ്യമുള്ളൂ. അതിന് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 5ലധികം ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ തമിഴ് സംസാരിക്കുകയും തമിഴിൽ പോയിട്ട് TOT പ്രോഗ്രാം ചെയ്യുകയും അവിടുത്തെ ആളുകളെ കൊണ്ട് കൈഡി വാങ്ങിപ്പിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിപ്പോരുകയും ചെയ്യുന്ന ഒരാളാണ്. വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് 30 വർഷമായിട്ട് സംസാരിക്കുന്നില്ല, പക്ഷേ പ്രോഗ്രാം ചെയ്യുന്ന അത്രയല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത്, പക്ഷേ എനിക്ക് തമിഴ് ഈ നിമിഷം വരെ എനിക്ക് തമിഴ് എഴുതാനും വായിക്കാനും അറിയില്ല. പക്ഷേ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവർ കൈയ്യടി വാങ്ങുന്നുണ്ട്, അവർക്ക് ഹൃദയങ്ങളിൽ എനിക്ക് സ്ഥാനമുണ്ട്, ഞാൻ കാശും വാങ്ങുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായോ? ഒരു ഭാഷയിൽ എഴുത്തും അതിന് ഒരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് എഴുതാനും മറ്റു കാര്യങ്ങളും ChatGPT, Perplexity ഉണ്ട്, ജെമിനി ഉണ്ട്, ആൻഡ് ഗൂഗിൾ ലെൻസ് ഉണ്ട്. ഏത് ഭാഷ ഏതെങ്കിലും ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്താൽ മലയാളത്തിൽ കാണിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ കാണിച്ചു തരും. അപ്പോൾ ആധുനിക കാലത്തിൻ്റെ ആവശ്യമുണ്ടോ? പണ്ടും ആവശ്യമില്ല, ഇപ്പോൾ ഒട്ടും ആവശ്യമില്ല. ഇപ്പോൾ 0.5% പോലും, അല്ലെങ്കിൽ 0.0001 പോലും, അല്ലെങ്കിൽ അത്ര കുഞ്ഞു ശതമാനം പോലും ആവശ്യമില്ല. എഴുത്തും വായനയും ഭാഷയിൽ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ലിസൺ ആൻഡ് റിപ്പീറ്റ് വഴിയാണ് ഭാഷ പഠിക്കുന്നത് പറയുമ്പോൾ നമ്മൾ നോക്കൂ, ഇവിടെ പെരുമ്പാവൂരും ചേർപ്പിലും കോതമംഗലം ഭാഗത്തൊക്കെയുള്ള ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ മലയാളം പറഞ്ഞത് കേട്ട് 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 അവർ ജീവിത സന്ധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നു. അവർക്ക് ഇതില്ലാണ്ട് പറ്റില്ല. അപ്പോൾ കേട്ട് 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 നിരന്തരം കേട്ടിട്ട് അവർ പറയുന്നതല്ലേ. അവർ ഈ പറയുന്ന പോലെ കോട്ടയത്തുള്ള MG യൂണിവേഴ്സിറ്റിയിൽ 2 കൊല്ലം MA മലയാളം പഠിച്ചിട്ട് അതിൻ്റെ 6 സെമസ്റ്റർ പഠിച്ചിട്ട് എഴുതി പാസ്സായിട്ടാണോ അവർ മലയാളം സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പഠിച്ചിട്ടാണോ അവർ പാസ്സാവുന്നത്? അല്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഒരു ഭാഷ ലിസൺ റിപ്പീറ്റ് മാത്രമേ ഉള്ളൂ, അതിൽ എഴുത്തുമായി നിർബന്ധമില്ല. അവർക്ക് എഴുതാൻ വായിക്കാൻ അറിയില്ല. രണ്ടാമത്തെ പ്രോബ്ലം മനസ്സിലായോ? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഭാഷ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സബ്ജക്റ്റ്, വെർബ്, അങ്ങനെ കുറേ സാധനങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോകണ്ട, കിട്ടില്ല. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല. കാരണം അങ്ങനെയല്ല പഠിക്കുക, ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കുക. അപ്പോൾ ഒന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സ്കൂളിൽ എങ്ങനെ ചെയ്തെന്നാണ് ചോദ്യം. ഇവിടെ സ്കൂളിൽ എങ്ങനെ ചെയ്താൽ ഓർമ്മയുണ്ടോ? ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? നമ്മൾ സ്കൂളിൽ ചില സമയത്ത് ആദ്യം തന്നെ ഒരു ആവശ്യമില്ലാത്ത എഴുത്തും വായന ആദ്യം പഠിപ്പിക്കുക, അല്ലേ? ആദ്യം റൈറ്റിങ്ങും പിന്നെ റീഡിങ്ങും ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മളെ കൊണ്ട് A എന്ന് എഴുതിപ്പിക്കും, ശരിയല്ലേ? എന്നിട്ട് A എന്ന് വായിപ്പിക്കും, കറക്റ്റ് അല്ലേ? അതിനുശേഷം A എന്ന് എഴുതി A എന്ന് വായിപ്പിച്ചതിന് ശേഷം A for apple, B for bat, C for cat, D for doctor, E for elephant എന്ന് പഠിപ്പിക്കും. അതിനുശേഷം come, go, sit, write, play, think, jump എന്ന് പറഞ്ഞ് കുറേ വാക്ക് പഠിപ്പിക്കും, അല്ലേ? എന്നിട്ട് എന്താ ചെയ്യണേ? എന്നിട്ട് ഈ വാക്കുകൾ പഠിപ്പിച്ചതിന് ശേഷം നമ്മളോട് പറയാണ് ടെൻസുകൾ ഉണ്ട് എന്ന് പറയണം.
അപ്പോൾ മലയാളത്തിൽ നമുക്കറിയാം മഴ പെയ്യാറുണ്ട്, മഴ പെയ്യൂടാ, അത്രേ ഉള്ളൂ. വേണമെങ്കിൽ 2 3 ഉണ്ടാവായിരിക്കും. നമ്മളോട് പറയുന്നത് 3 അല്ല 4 അല്ല 5 അല്ല 8 അല്ല 10 അല്ല 11 അല്ല 12 ടെൻസ് ഉണ്ടെന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്കറിയില്ല കേട്ടോ, എത്ര ടെൻസ് ഉണ്ട് നമുക്കറിയില്ല, മലയാളത്തിൽ ഇല്ല സാധനം. കാരണം നമ്മളോട് 12 ടെൻസ് ഉണ്ടെന്നുണ്ട് 12 ടെൻസ് പഠിപ്പിച്ചു. എന്നിട്ട് 12 ടെൻസ് പഠിപ്പിച്ചതിന് ശേഷം പറയാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സ്പീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീച്ചിൻ്റെ 8 ഘടകങ്ങളുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച്. എന്നിട്ട് ഇൻട്രജക്ഷൻ കൺജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 8 പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞു ഇല്ല. അത് കഴിഞ്ഞ ശേഷം പറയും നിങ്ങൾക്ക് ഭാഷ ക്ലാരിറ്റി വരുന്നുണ്ട്, ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാസീവ് വോയിസ് എന്ന് സാധനമുണ്ട്, പാസീവ് വോയിസ് പഠിക്കുന്നു പറയും. എന്നിട്ട് പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും പഠിപ്പിക്കും. പഠിപ്പിക്കാൻ പാടില്ല, ഇനി പഠിപ്പിച്ചു. പഠിപ്പിക്കുമ്പോൾ തന്നെ അതെങ്ങനെ പഠിപ്പിക്കണമെന്നല്ലേ അറിയോ നിങ്ങൾക്ക് കാര്യം. മുളകിനാൽ കൈ നീറപ്പെട്ടു, ബിരിയാണിയിൽ വിശപ്പ് മാറ്റപ്പെട്ടു, അല്ലേ, കൊക്കക്കോളയിൽ ദാഹം മാറ്റപ്പെട്ടു, ബസ്സിനാൽ യാത്ര ചെയ്യപ്പെട്ടു, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു. എങ്ങനെ ഇരിക്കണം? നിങ്ങൾ ജീവിതത്തിൽ ഏകദേശം 10-15 വയസ്സ് ആൾക്കാരില്ലേ, ഈ അപ്സലിനും ആലിസിനൊക്കെ എന്തായാലും 2 വയസ്സൊന്നുമല്ലല്ലോ. നിങ്ങൾ ഇത്ര കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ബസ്സിനാൽ യാത്ര ചെയ്യപ്പെട്ടു, വെള്ളത്താൽ ദാഹം മാറ്റപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ കൈകളാൽ ചോറൊരു തെറ്റപ്പെട്ടെന്നും, അമ്മയാൽ ആലിംഗനം ചെയ്യപ്പെട്ടെന്നും, കാമുകിയാൽ ചുംബിപ്പിക്കപ്പെട്ടെന്നും, രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു എന്നും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ആർ യു സീരിയസ്ലി ബിലീവിങ് വി ക്യാൻ സ്പീക്ക് ഇൻ ആ വേ? നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു മലയാളിയായിട്ടില്ല, നമ്മളിപ്പോൾ തന്നെ സാധാരണ മനുഷ്യനാണ്. ഞാൻ പരിപ്പുറയും കൂട്ടി റേഷൻ ചോറ് എന്ന് സാധാരണ മനുഷ്യൻ. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അറിവിനെ ഞാൻ പറയാം രാമൻ കൊന്നു രാവണനെ കൊന്നു, രാമൻ കൊന്നു രാമക്കില്ല്, രാവണനെ കൊന്നു രാവണ വസ്കില്ല്. ഈ രാവണനെ കൊന്നു രാവണ വസ്കില്ല് എന്ന് പറയുന്ന, രാവണനെ കൊന്നു എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന മലയാളമുള്ളത്? അങ്ങനത്തെ മലയാളം ഉണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ ഇത് ആരാണ് ഇവിടെ ചെയ്യുന്നത്? ഇങ്ങനെ ആർക്കടുത്ത നിർബന്ധം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ലെന്ന്, ഇംഗ്ലീഷ് ഭാഷ രക്ഷപ്പെടാൻ പാടില്ലെന്ന്? പ്രോബ്ലം മനസ്സിലാവുന്നുണ്ടോ? സോ വാട്ട് ഐ കമ്മിറ്റ് ടു സേ ഈസ് ദാറ്റ് ദ പ്രോബ്ലം, അതിനുശേഷം നമ്മൾ വെച്ച് കഴിഞ്ഞൊന്നില്ല. അങ്ങനെ പാസീവ്സ് പഠിപ്പിച്ചതിന് ശേഷം പിന്നൊരു പരിപാടി ഉണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും തമ്മിൽ നടക്കുന്ന കാര്യം തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങൾ ഫോർത്ത് പാർട്ടിയോട് പറയുന്ന ഒരു സാധനമാണ് റിപ്പോർട്ട് സ്പീച്ച്. അത് റിപ്പോർട്ട് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും പഠിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേൾക്കുമ്പോൾ തന്നെ പ്രാന്താവണല്ലേ, ഇതെന്തെന്ന് ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും തമ്മിൽ നടന്ന കാര്യം തേർഡ് പാർട്ടി ഒരാൾ ഫോർത്ത് പാർട്ടി ഒരാൾ പറയുന്നു. നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, അന്തസ്സായിട്ട് എക്സാം ചെയ്തിട്ടുണ്ട്, വളരെ അന്തസ്സായിട്ട് തോറ്റിട്ടുണ്ട്, ചുവന്ന മാർക്കോട് കൂടിയിട്ട് കിട്ടില്ല, കാരണം പഠിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയും അധികം സാധനങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങളോട് പറയുന്നു ശരി സ്പീക്ക്, സംസാരിക്കാൻ പറയണം. സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ 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 യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. I'm not telling about the English. You can speak any language. നിങ്ങൾക്ക് ഒരു ഭാഷ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ മെയിൻ സാധനം എവിടെ? ലിസണിങ്ങും സ്പീക്കിംഗ് എവിടെ? അതെന്തുണ്ടോ? ഇപ്പം ഞാൻ നിങ്ങൾ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഡീനിൽ 3 വയസ്സാണ് സങ്കല്പിക്കൂ. ഞാൻ വന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഹലോ ഗുഡ് മോർണിംഗ് everybody, this is the first day and you got a little problems to understand my language. No problem, I'm your host, I'm a teacher, I can train you how to speak and listen English എന്ന് പറഞ്ഞിട്ട് ലിസൺ ചെയ്യിപ്പിച്ചിട്ട് ഇതിപ്പോൾ ഈ സാധനം കാണിക്കണം. ഇത് കാണിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് സാധനം വോൾ എന്താണ് വോൾ. അപ്പം നോക്കുമ്പോൾ വെള്ളം, വോൾ എന്താണ് വോക്സ്, വോൾ. അപ്പോൾ അവൻ പറയും വോൾ. നമ്മളെക്കാളും പെട്ടെന്ന് കുട്ടികൾ പഠിക്കും സാധനം, പ്രത്യേകിച്ച് 3 വയസ്സുള്ള കുട്ടികൾ. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതാണ് പറയുന്നത്. പറ്റും, നമ്മൾ ഞെട്ടിച്ചളയും. ഒരു 36 വയസ്സുകാരൻ പഠിക്കുന്നതിൻ്റെ 6 ഇരട്ടിയാണ് 2-3 വയസ്സുള്ള കുട്ടി പഠിക്കുന്നു പറയുന്നത്. ആലോചിച്ച് നോക്കൂ, നമുക്കാണ് ബുദ്ധിമുട്ട്, അവർക്ക് എളുപ്പം. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ ഇംഗ്ലീഷിലാണ് സംസാരിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ബാക്ക് എൻഡിൽ നിന്ന് ലിസൺ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ബാക്ക് എൻഡിൽ നിന്ന്. മനസ്സിലായോ? അങ്ങനെ സംസാരിക്കേണ്ട സാധനമാണ് ഭാഷ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണോ സ്കൂളിൽ നിന്ന് ചെയ്തിട്ടുള്ളത്? അല്ല. അപ്പോൾ പറയുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഗ്രാമാറ്റിക്കലി നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാമ്പ്രദായികമായിട്ട് ഗ്രാമറും ടെൻസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അതും ഇതും നിങ്ങൾ ലെവലുടെ സ്റ്റൈലും അങ്ങനെ ഇവയൊക്കെ സകലമാന പരിപാടി നോക്കിയിട്ട് ചെയ്യുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, ഗ്രാമർ അഡ്വാൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അതായത് പഴയ വീഞ്ഞ് അവർ പുതിയ കുപ്പിയിലാക്കി തരുന്നു എന്നല്ലാതെ വേറൊരു പ്രത്യേകതയും ഇതിനകത്തില്ല. ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ ഇത് വർക്കാവില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം മനസ്സിലല്ലേ, ഇതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ സാങ്കേതികത്വം പഠിക്കുന്ന ഒഴിവാക്കുക, എന്നിട്ട് ലിസൺ റിപ്പീറ്റിംഗ് സ്പേസ് ഉണ്ടാക്കുക, കേൾക്കുക, ആൾക്കാരോട് സംസാരിക്കുന്ന ആൾക്കാരോട് നേരിട്ട് സംസാരിക്കുക, ഇടപഴകുക, സംസാരിക്കുക, ഫൈൻ, ഫിനിഷ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക, പഠിക്കുക, സംസാരിക്കുക, ഫൈൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം, രണ്ടാമത്തെ സൊല്യൂഷനായി. മൂന്നാമത്തെ കാര്യം,
നമ്മൾ പറയുന്നു 3 പ്രോബ്ലങ്ങളോട് നിങ്ങൾ സംസാരിക്കരുത്, ഇതൊന്നും നിങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒന്നാമത്തെ പറയുന്നു സബ്ജക്റ്റ് പഠിപ്പിച്ചു, രണ്ടാമത് പറയുന്നു നമ്മൾ ഗ്രാമാറ്റിക്കൽ ടെർമിനോളജിയും അതിൻ്റെ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യം കൊണ്ട് ഭാഷ പഠിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം പഠിച്ച് ഇവിടേക്ക് സേവ് ചെയ്തിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം പറയുന്ന പേരാണ് പഠനം. അതായത് മെമ്മറിയിലേക്ക് സേവ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് പഠനം. ഭാഷ ഇരിക്കുന്നത് മെമ്മറിക്കകത്തല്ല, ഇമോഷൻസിനകത്താണ്. ഇംഗ്ലീഷ് എന്നല്ല, ഭാഷകൾ മൊത്തം ഇരിക്കുന്ന ഇമോഷൻസിനകത്താണ്. ഇമോഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നില്ല. ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരിക്കലും ഇരിക്കുന്ന വിനോദിന് പറയാൻ പറ്റില്ല ഞാൻ നാളെ 10 മണി മുതൽ 11:40 വരെ സാഡായിരിക്കുന്നു. ജോയ്സിന് പറയാൻ പറ്റില്ല നാളെ 5 മണി മുതൽ 6 മണി വരെ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു, ബാഡായിരിക്കുന്നു. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, ഇമോഷൻസിനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതിങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പറയുന്ന കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ക് കെയർഫുള്ളി. ഇനി അടുത്ത വിഷയം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും, ഇങ്ങനെ പഠിച്ചിട്ട് പോലും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആണ് 3ാമത്തെ പ്രോബ്ലം വരുന്നത്. പക്ഷേ ഇങ്ങനെ തത്തമ്മ പൂച്ച എന്ന് സാമ്പ്രദായികമായി പഠിച്ചിട്ട് പോലും ഇവിടെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് വെച്ചിട്ട് സംസാരിക്കുന്നത്? അപ്പോൾ എന്തോ കുഴപ്പമില്ലേ? യെസ്, അതാണ് മെയിൻ പ്രോബ്ലം. അതായത് നിങ്ങളിവിടെ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത് ഫോർമൽ ഇംഗ്ലീഷാണ്. ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഡോക്യുമെൻ്റ് ലാംഗ്വേജ് ആണ്. അതായത് വ്യവഹാര ഭാഷ, അതായത് വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണത്. പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഭാഷ, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. കോടതിയിൽ ഉപയോഗിക്കുന്ന ഭാഷ, നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കങ്ങളോ ഡിവോഴ്സ് കേസുകളോ കൊലപാതകങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം അത്തരം ഇടങ്ങളിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങൾ ധാരാളം സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടോ? അപ്പം അത്തരം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികമായ നിർജ്ജീവമായ ഒട്ടും ജീവനില്ലാത്ത ഒട്ടും ഇമോഷനില്ലാത്ത യാന്ത്രികമായ ഒരു ഭാഷ 100 എന്നൊരു കണക്ക് ഭാഷയിലെടുക്കുകയാണെങ്കിൽ ഒരു 6% മാത്രം ആവശ്യമുള്ള ഒരു ഡോക്യുമെൻ്റ് ലാംഗ്വേജാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഡോക്യുമെൻ്റ് ലാംഗ്വേജിൻ്റെ എഴുത്തു ഭാഷ, അതായത് സംസാര ഭാഷയല്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ബൾക്കീസിൻ്റെ ഫ്രണ്ടിനെ കാണുന്നത് റോഡ് സൈഡിൽ വെച്ചിട്ട്, ടൗണിൽ വെച്ചിട്ട് എവിടേക്കാ എന്ന് ചോദിക്കുന്നു. എവിടേക്കാന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എവിടെയെന്ന് പറഞ്ഞാൽ വേറാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ടു ആണ് അല്ലേ? ടു കോളേജ്, ടു ഹോം, ടു ഓഫീസിലെ, കോളേജിലേക്ക്, വീട്ടിലേക്ക്, ഓഫീസിലേക്ക്. അപ്പോൾ ടു എന്ന് പറഞ്ഞാൽ കയറണം. ഹേയ് വേഴ്സ് യു, ഹേയ് വേഴ്സ് യു, നീ എവിടേക്കാടി? ഹേയ് ടു വേർ, എവിടേക്കാണ് എന്ന് ചോദിക്കും. അത്രയല്ലേ ചോദിക്കുള്ളൂ. ആ എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ വേഴ്സ് യു അല്ലെങ്കിൽ ടു വേർ എന്ന് ചോദിക്കുന്നത്, നീ എവിടേക്കാന്ന് ചോദിക്കുന്നത് വേഴ്സ് യു എന്ന് ചോദിക്കുന്ന ആ സാധനം എങ്ങനെയാണ് വേർ ആർ യു ഗോയിങ് റൈറ്റ് ദിസ് മൊമെന്റ്, താങ്കൾ ഇപ്പോൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മലയാളമാവുന്നത്. അതെങ്ങനെയാവുമെന്ന് പറയുന്നത്? അതെങ്ങനെയാവണത്? എഴുത്തു ഭാഷയാണത്. നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇഫ നീ അവനെ കണ്ടിരുന്നോ ചോദിക്കുമ്പോൾ യുഷോയ് എന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. യുഷോയും ചോദിക്കാൻ പറ്റുള്ളൂ. എടി നീ അവിടെ പോയിരുന്നോ? യു എന്താ എന്നല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ ഡിഡ് യു ഗോ ദർ ആവണേ? അതെങ്ങനെ ഡിഡ് യു സീ ഹിം ആവണേ? തെറ്റാണെന്നല്ല പറയണേ. അതെങ്ങനെ ആവണം എന്ന് ചോദിക്കുന്നത്. സംസാര ഭാഷയ്ക്ക് സംസാര ഭാഷ വേണ്ടേ? നമ്മൾ എഴുത്തു ഭാഷ അല്ലല്ലോ ചോദിച്ചത്, നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുന്ന വിഷയം ഇതാണ്. നിങ്ങളിവിടെ എന്താ പറയുക, ഇപ്പോൾ ഒരു സൺഡേ, ഇന്നൊരു ഓഫ് ഡേ ആണ്. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് നേരം വീട്ടിൽ എഴുന്നേൽക്കും. ഓഫ് ഡേകളിൽ എഴുന്നേറ്റ് നിങ്ങളിവിടെ എന്താ പറയുക, പാത്രങ്ങളൊക്കെ കഴുകി, സാധനങ്ങളൊക്കെ വെച്ച്, ഭക്ഷണമൊക്കെ വെച്ച് തയ്യാറാക്കി, എന്താ പറയുക, മാറാലൊക്കെ അടിച്ച് വൃത്തിയാക്കി, അതിനുശേഷം തുണിയൊക്കെ കഴുകാനിട്ടതിന് ശേഷം ഇവിടെ നിലം മുഴുവനും തുറച്ച് ഒന്ന് ഇരുന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നിർത്താൻ വേണ്ടി. ഒരു 3 മണി ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വീട്ടിൽ പണിക്കുന്ന ആൾക്കാർക്കറിയാം. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വൃത്തിയായി കിട്ടിക്കുന്ന ലൈസോളൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കുന്ന ഇതിലേക്ക് പെട്ടെന്ന് ചെരുപ്പിട്ടിട്ട് നിങ്ങൾ ഹസ്ബൻഡോ മകനോ കെട്ടിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെരുപ്പിട്ട് അടുക്കിൽ വരുമ്പോൾ നിങ്ങൾ പറയുമോ, ക്ഷമിക്കണം, ദയവ് ചെയ്ത് താങ്കളുടെ പാതകം ഒന്ന് പുറത്ത് ഊരി വയ്ക്കാമോ എന്ന് പറയുമോ? ഞാനാണ് ആ ചെരുപ്പ് ഊരി വയ്ക്കുക എന്നല്ല പറയില്ല. ഷേക്ക് ഷൂസ് ഓഫ് എന്നല്ല പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എക്സ്ക്യൂസ് മീ കുഡ് യു പ്ലീസ് റിമൂവ് എ ചപ്ല എന്ന് പറയാൻ പറ്റുമോ? വീണ്ടും ചോദിക്കുകയാണ്. ഇവൊക്കെ പണി മുഴുവൻ കഴിഞ്ഞ് നമ്മളുടെ വൈഫ് ജോലിയും ചെയ്ത് കൊച്ചിനെ നോക്കി അതെല്ലാം കഴിഞ്ഞ് അടക്കലിൽ പണിയും കഴിഞ്ഞ് എന്താ പറയുക, പിറ്റേ ദിവസത്തേക്ക് ദോശയ്ക്കുള്ള പച്ചരിയും ഉഴുന്നും കൂടി ഇട്ട് ശരിയാക്കി സെറ്റാക്കിയതിന് ശേഷം നാട്ടിൽ ഒന്ന് നിർത്താൻ വേണ്ടി ബെഡ്റൂമിൽ കയറി വരുമ്പോൾ പറയുമോ നിങ്ങളുടെ ഭാര്യയോട്, ഭവതി ആസനസ്ഥതയായാലും ചോദിക്കില്ലേ? ആരാസനം ചോദിക്കില്ലേ? നാട്ടിൽ നിർത്താൻ വേണ്ടി തേങ്ങ പിടിച്ചിരിക്കുന്ന സമയത്താണ് ചോദിക്കില്ലേ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവിനോട് ഭഗവൻ ഉപവിഷ്ടനായാലും ആചമനത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമോ? പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ ആലീസ് പോയിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കണം, കുറേ ദൂരെ യാത്ര ചെയ്യണം. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ക്ഷമിക്കണം, ദയവ് ചെയ്ത് ഒരു സ്ഫടിക പാത്രം നിറച്ചും അല്പം ജലം തന്നാലും എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എക്സ്ക്യൂസ് മീ കുഡ് ഐ ഗെറ്റ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരും, വാട്ടർ പ്ലീസ്.
എടാ ഒരു കാപ്പി ഓർഡർ ചെയ്തടാ, ഓർഡർ കോഫി അങ്ങനെ പറയല്ലോ. അല്ലാണ്ട് നിങ്ങൾ സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റുമോ, എക്സ്ക്യൂസ് മീ കുഡ് യു പ്ലീസ് ഗീവ് മി എ കോഫി എന്ന് പറയാൻ പറ്റുമോ? എന്തോന്ന് ഇതല്ല, ഒരു കാൽപ്പെടുത്തൽ ഗെറ്റ് മി കോഫി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്ത് കുഡ് യു പ്ലീസ്, എന്ത് ഹോപ്പ് യു മൈൻഡ്, എന്ത് വുഡ് യു മൈൻഡ് ഇഫ്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു തരൊക്കെ വെച്ചാൽ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷയുടെ എഴുത്തു ഭാഷയാണ്. നമുക്ക് സംസാര ഭാഷ വേണ്ടേ? നിങ്ങളെ ലൂപ്പിൽ നിന്ന് പൊട്ടി പുറത്തേക്ക് കിടക്കുക. അപ്പോൾ പറയുന്ന വിഷയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മലയാളത്തിലൊരു വാക്കുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സാധനം ഇവിടുത്തെ പറയുന്ന ആൾക്കാർ ഐ ഡിഡിൻറ്റ് ടെൽ എനിത്തിങ് എന്നാണ്. ഈ ഐ ഡിഡിൻറ്റ് ടെൽ എനിത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഒരു 3 പീസാക്കി നോക്ക്. എല്ലാത്തിനെയും പീസാക്കി, നിങ്ങൾ എല്ലാത്തിനും ഇംഗ്ലീഷ് പീസാക്കുക. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് ടെൽ എനിത്തിങ് എന്നായി നോക്ക്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ഡിഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നില്ല, ടെൽ എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്, എനിത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ. അപ്പം ഞാൻ ചെയ്തിരുന്നില്ല പറയാറുണ്ട് എന്താ കണ്ടോ. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ നോക്കിക്കോ, അങ്ങനെയല്ലത്. ഐ ഡിഡിൻറ്റ് ടെൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നില്ല പറയാറുണ്ട് എന്താ കണ്ടെന്നല്ലേ. നിങ്ങൾക്ക് തന്നെ ഈ സാധനം കൺവിൻസ് ആയിട്ടില്ല. പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ആൾ പറയും, പിന്നെ മൂന്നാമത്തെ ആൾ പറയും, പിന്നെ നാലാമത്തെ ആൾ പറയും, പറയില്ല. നിങ്ങൾ ജസ്റ്റ് മലയാളത്തിൽ ചിന്തിക്കുക. മലയാളം അറിയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ. എങ്ങനെയാണ് കർത്താവ് കർമ്മം ക്രിയല്ലേ വരാം? 3 പീസാക്ക്. ഒന്നാമത്തെ പീസ് ഞാൻ, രണ്ടാമത്തെ പീസ് കർമ്മം, എന്താണ് പറഞ്ഞു, മൂന്നാമത്തെ പീസ് ക്രിയ, എന്താണ് ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇനി ഞാൻ പറയുമ്പോൾ എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കിയാൽ മലയാളത്തിൽ ഞാനൊന്നും പറഞ്ഞില്ല, മലയാളത്തിൽ പറഞ്ഞു നോക്കിയാൽ ഞാനൊന്നും പറഞ്ഞില്ല. ഐ ഡിഡിൻറ്റ് ടെൽ എനിത്തിങ്. ഒന്നും കൂടി, ഞാനൊന്നും പറഞ്ഞില്ല. ഐ സെഡ് നത്തിങ്. ഐ സെഡ് നത്തിങ് എന്നൊന്ന് ഐ സെഡ് നത്തിങ്. അതെങ്ങനെ ശരിയായത്? നിങ്ങൾക്ക് തന്നെ ഓൾറെഡി നിങ്ങളൊരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഭാഷ സംസാരിക്കാൻ ശേഷിയുണ്ട്. നിങ്ങൾക്കിനി വേറെ ഭാഷ പഠിക്കണ്ട. നിങ്ങൾക്ക് ആ ലോജിക്കൽ ചിന്തിച്ചാൽ ശരിയാണല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, ഐ സെഡ് നത്തിങ്. തിരിച്ചും പറയാം. അതായത് ബൾക്കീസ് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഐ സെഡ് നത്തിങ് എന്ന്. അപ്പോൾ ഷിഫ പറയണേ ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ. അപ്പം ഇതിന് തിരിച്ചിട്ടാ പോരെ, നത്തിങ് ഐ സെഡ് എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ കണ്ടില്ല ഐ ഡിഡ്ന്റ് സീ എനിത്തിങ് എന്ന് പറയും. ഐ സോ നത്തിങ്. ഒന്നും കണ്ടില്ല ഞാൻ, നത്തിങ് ഐ സോ പറഞ്ഞൂടെ? ഞാനൊന്നും കേട്ടില്ല, ഐ ഹിയർ നത്തിങ്. ഞാനൊന്നും ചിന്തിച്ചില്ല, ഐ തോട്ട് നത്തിങ്. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല, ഐ ഫെൽറ്റ് നത്തിങ്. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ, ഐ അണ്ടർസ്റ്റുഡ് നത്തിങ്. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ, എന്താണ് ടാങ്കറിൻസ്, ഇവിടെ ഒരു ടാങ്കറിൻ എന്നാണ് തോന്നുന്നു. യുജീൻ എന്ന് പറയുന്ന കള്ളൻ രാജകുമാരുടെ മുടിയെ കുറിച്ച് കൊട്ടാരത്തിൽ കയറും പറയുന്നുണ്ട്, മകളെ ഇതിനപ്പുറത്ത് മഞ്ഞും മലകളും വസന്തങ്ങളും പൂക്കളും പുഴകളും ഒരുപാട് സാധനങ്ങൾ എന്ന് പറയാം. പിന്നെ ഇല്ലില്ലില്ല അങ്ങനെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ രാജകുമാരുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വട്ടപ്പാൽ ചുറ്റിക്കൊണ്ട് കള്ളനായി യുജീൻ പറയുന്നുണ്ട്, ഹേ യു കിഡ്സ് യു നോ നത്തിങ് എന്ന്. എന്താണ് നിനക്കൊന്നും അറിയില്ല എന്ന്, കുട്ടി നിനക്കൊന്നും അറിയില്ല എന്ന്. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ല അറിയില്ല, കാരണം ഒന്നുമില്ല നത്തിങ്. ഐ നോ നത്തിങ്. നിനക്കൊന്നും അറിയില്ല, നീ നോ നത്തിങ് അല്ലേ, യു നോ നത്തിങ്. നമുക്ക് പറയാൻ പറ്റുന്നില്ല, അവർക്ക് പറയാൻ പറ്റുന്നത്. ഇത് എന്ത് ലോജിക്കാണത്? ഇതാണ് പറയുന്നത് നേറ്റീവ് ഇംഗ്ലീഷ്. മാതൃഭാഷ ഇംഗ്ലീഷ് ആയിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടത്. നേറ്റീവ് ഇംഗ്ലീഷും വേണം, സംസാര ഭാഷയും വേണം. എങ്കിൽ മാത്രമേ ഈ സാധനം വർക്കുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്ത് ഭാഷയാണ്. അതിൽ കൂടാതെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു കൊടുത്തല്ലേ എന്താണ് നേറ്റീവ് ഇംഗ്ലീഷ്. നേറ്റീവ് ഇംഗ്ലീഷ് പ്രത്യേകത മനസ്സിലാക്കുന്നത് നമ്മൾ ഇമോഷൻസിനെയാണ് മാറ്റുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ വൈഷ്ണവിയെ കണ്ടു. വൈഷ്ണവി ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് വലിയൊരു മാല ഒക്കെ ഇട്ടിരിക്കും. 1 2 3 4 5 മാല കണ്ടെന്നുണ്ട് മാല കിട്ടിയിരിക്കും. അപ്പോൾ ഇഷ്ടമായിരിക്കും വൈഷ്ണവിയെ. അപ്പോൾ വൈഷ്ണവി കണ്ട് പറഞ്ഞാൽ വൈഷ്ണവി യു ആർ മൈ ലിവർ എന്ന് പറഞ്ഞു. നീ എൻ്റെ കരളാണ് കേട്ടോ, ഐ ലവ് യു എന്ന് പറയണേ. എന്താണ് യു ആർ മൈ ലിവർ എന്ന്? അത് നമ്മൾ ഇവിടുത്തെ മലയാളികൾ എൻ്റെ കരള എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മളത് നേരെ പിടിച്ച് ഇംഗ്ലീഷ് ആക്കി എന്തെങ്കിലും ഭാഷയെ മാറൂ. ഭാഷ യു ആർ മൈ ലിവർ എന്ന്. ലിവർ എന്ന് പറഞ്ഞാൽ ജീവിവർഗ്ഗങ്ങളിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അഴുക്കും വേസ്റ്റും വിഷാംശങ്ങളൊക്കെ എടുത്ത് ഊറിക്കൂടി വരുന്നൊരു അവയവമാണത്. അതായത് അത്രയും വൃത്തികെട്ടൊരു സാധനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അടിക്കില്ലേ വൈഷ്ണവി പിടിച്ചിട്ട് എന്നെ ചെരുപ്പെടുത്ത് അടിക്കില്ലേ എന്നെ പിടിച്ചിട്ട്? തന്നെ ആരുണ്ടോ ഇൻസൾട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട്? ശരിയല്ലേ? അപ്പോൾ ഭാഷയല്ലേ മാറിയുള്ളൂ. അപ്പോൾ യു ആർ മൈ ആൻഡ്ലെസ് മൂൺ ലൈറ്റ് എന്നല്ലേ പറയണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അല്ലേ പറയണ്ടേ? അപ്പോൾ ഭാഷയല്ല, ഇമോഷനാണ് മാറേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇമോഷനാണ് മക്കളെ മാറേണ്ടത്, ഭാഷയല്ല മാറേണ്ടത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ്, ഇപ്പോൾ ഞാനിവിടുത്തെ നമ്മൾ ജാതകഥകളിൽ അല്ലെങ്കിൽ ഈസോപ്പ് കഥകളൊക്കെ കഥകൾ കേട്ട് നമ്മൾ ഇവിടെ ഒരു കഥ പറയും. എൻ്റെ പൊന്നേ ഞാൻ ചെകുത്തോൻ്റെ കൊള്ളം നടക്കുന്നു, ഒരു 10 അമ്മായും ഒരു 10 ഭാര്യ. അപ്പോൾ ഈ സാറ് നേരെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ ഐ ആം ദ ഡെവിൾ ആൻഡ് സീ എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ ബോസാണെന്ന് വെക്കുക. അപ്പോൾ ബോസ് ഞാൻ ചെകുത്താനാണ് അല്ലേ, കൊള്ളാം, യു ആർ ഫയർ, നിൻ്റെ പണി പോയി പൊക്കോ. പണി കിട്ടാൻ വേണ്ടി വെറുതെ ഓരോന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഇവിടുത്തെ മലയാളത്തിനെ പിടിച്ച് ഇംഗ്ലീഷ് ആക്കിയാലൊന്നും ഇംഗ്ലീഷ് ആവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഐ ആം എൻഡ് ആഫ്റ്റർ ഓഫ് എന്നാണ് പറഞ്ഞത്. അത് വേറെ സാധനം. ആ ഇമോഷൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബിൽഡിങ്ങിന് തീ പിടിച്ചു, ബിൽഡിങ്ങിൽ നിന്ന് കയറ്റത്ത് ചാടി,
മേലേക്ക് പോയാൽ തീ, താഴേക്ക് പോയാൽ കയറിൻ്റെ എൻഡ് ഓഫ് ദ റോപ്പായി, ഇനിയും 10 നിലയുണ്ട്. അപ്പം 10 നില എടുക്കുന്ന സമയത്ത് കയറുമ്പോൾ കൈവിട്ടാൽ നിലത്ത് വീഴും ചത്തു. മേലേക്ക് പോയി തീ വീട് ചത്തു. അവിടെ പിടിച്ചിരുന്നാലോ ഈ കയറ് കത്തിപ്പോവും, അപ്പോഴും ചത്തു. അങ്ങനത്തെ ഒരു മൊമെൻറ്റ് പറഞ്ഞു ഐ എം എൻഡ് ഓഫ് ദ റോപ്പ്. അതല്ല ഐ എം ബിറ്റ്വീൻ ദ ഡെവിലൻസി. കണ്ടോ, ഭാഷ മാറുമ്പോൾ സാധനം മാറിയതുണ്ടോ? ഇമോഷണല്ലേ മാറുന്നത്, ഭാഷ മാറിയതുണ്ടോ? ഇമോഷൻ മാറിപ്പോൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്, മനസ്സിലായോ? ഇതിന് നിങ്ങൾക്ക് കൃത്യമായൊരു മെൻ്റൽ സപ്പോർട്ട് വേണം. അല്ലാണ്ട് വെറുതെ ഒരു യൂട്യൂബ് നോക്കിക്കൊണ്ടോ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ മറ്റേ തേങ്ങാക്കോൽ ഉണ്ടാക്കിക്കൊണ്ട് നടക്കില്ല. അതിനൊന്നുള്ള സാധനം അല്ലത്. ചാറ്റ് GPT പോലും കിട്ടില്ല നിങ്ങൾക്ക്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ മലയാളിക്കുക, നിങ്ങൾക്ക് കിട്ടാത്തൊരു മലയാളം. എനിക്കിന്ന് എന്താ പറയുക അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു മലയാളം അടിക്കുക, ഒരു ഇംഗ്ലീഷ് കിട്ടും. ആ ഇംഗ്ലീഷിനെ അതേ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങൾ തിരിച്ച് മലയാളിക്ക് വയ്ക്കുക, തോന്നിവാസമായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ അതൊന്നും പറയാണ്ടിരിക്കുന്ന വേദ. അത് നിങ്ങളിപ്പോൾ ഇനി പരീക്ഷ വയ്ക്കുകയാണെങ്കിൽ, അതായത് ഒരു മലയാളത്തിന് ഇംഗ്ലീഷിൽ ആ ഇംഗ്ലീഷ് വീണ്ടും അവരെന്താ ഇംഗ്ലീഷിൽ വീണ്ടും മലയാളത്തിൽ അപ്പോൾ വേറെ മലയാളം വരും. അപ്പോൾ ഞാൻ പറയാം അതെന്ന് വെച്ചാൽ ഇതൊന്നല്ല എൻ്റെ പരിപാടി. അപ്പം ഞാൻ പറയുന്നു വീണ്ടും നമ്മളിവിടെ ഒരു ലൂപ്പിനകത്ത് പെട്ടെടുക്കണം, തിരിച്ചു പോരണ്ടേ. അപ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ മാർഗ്ഗമുള്ളൂ, സംസാര ഭാഷയ്ക്ക് വരിക, അതിൽ ലിസൺ റിപ്പീറ്റ് എന്ന സയൻസ് ഉപയോഗിച്ചിട്ട് സംസാരിക്കുക. അതായത് എന്താണ് പറയുക, ഈ നീ എന്താ പറയുക അപ്സലിൽ വീട്ടിൽ പോയി ഒരു സകലമായ രഹസ്യങ്ങളും ചോറിനെടുത്ത് അപ്പാപ്പനെ അറിയിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളം എടുത്തിട്ട് പദ വിവർത്തനം ചെയ്യും, വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ. എന്താണ് യു ഗൗ ചെ അപ്സൽ സോ മാൻ യു ചെയ്യുക ഓ സ്ക്രാച്ച് ഓ ദ സീക്രട്ട് ഓഫ് ദ ആൻഡ് യു ഇൻഫോം ഓൺ ആൻഡ് ഓഫ് എന്ന് പറയും. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെയല്ല, ഇംഗ്ലീഷ് ഏഗോ ഇൻസ്പയർ ഫോം എന്ന് പറയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ സീക്രട്ട് എന്നുള്ള വാക്കുപോലും ഉപയോഗിച്ചിട്ടില്ല രഹസ്യത്തിന്, സ്പൈ എന്ന് വെച്ചത് അവിടെ ചുരണ്ടെടുക്കാൻ. കഥ മനസ്സിലായോ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ളൂ, ഞാൻ നൈറ്റോട് സംസാരിച്ചത്. അപ്പോൾ അവള് സംസാരിച്ചു ഒരു 6:30, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് നേരെ PMD വൈകുന്നേരം 6:30 6:30 PM ആണ് അവിടെ. രാവിലത്തെ ഈ സമയം ഒരു സാധനം കഴിച്ചിട്ടില്ല, ഞാൻ പോയിട്ട് കുറച്ചുകൂടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, അവൾ അറിയുന്നതാണ്. അപ്പോൾ ശരിടാന്ന് പറഞ്ഞോട് യൂസ് നേറ്റീവ് മൈക്ക്. അപ്പോൾ നിങ്ങളേതെങ്കിലും എന്ത് പറയും, എന്താ ഐ എം വെരി മച്ച് ഹംഗ്രി, അല്ലെങ്കിൽ ഐ എം ഹംഗ്രി വെരി മച്ച്, എന്താണ് ഐ ഹാവൻറ്റ് ഈറ്റൻ എനിത്തിങ് സിൻസ് മോർണിംഗ് യെറ്റ്, സോ ഐ ഹാവ് ടു ഗോ ദ ഔട്ട്സൈഡ് ആൻഡ് ഈറ്റ് സംതിങ് ആൻഡ് ഐ വിൽ കം ബാക്ക് സൂൺ എന്ന് പറയില്ലേ? ഞാനെന്താ പറഞ്ഞതെന്നറിയും, ഞങ്ങളെന്താ സംസാരിച്ചറിയും, ഹാർ നത്തിങ് യെറ്റ്, ഹംഗ്രി എന്നാണ്, വിശക്കുന്നുണ്ട്, ഹംഗ്രി, ഹാർ നത്തിങ് യെറ്റ്, ബാക്ക് ഇൻ എ വൈൽ, ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. അപ്പോൾ ശരി ഓക്കെ ക്ലബ് യു ബാക്ക് ഉണ്ടോ, ക്ലബ് യു ബാക്ക്, വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞവൾ. നമ്മളോ ഇതാണ് സംസാര ഭാഷ, വളരെ കുഞ്ഞു സാധനമാണത്. ഇതെങ്ങനെ സംസാരിക്കണമെന്നല്ലേ സൂത്രം കാണിച്ചിടാം. ഒരു 2 മിനിറ്റ് അപ്പം തന്നെ സംസാരിപ്പിച്ചാരപ്പേ സുഖമായിട്ട് ഈസി ആയിട്ട്. റെഡിയാണോ? ഒരു 2 മിനിറ്റ് തരും എൻ്റെ ഒപ്പം. തരില്ല, തരും. ഒരു 2 മിനിറ്റ് ചെയ്യേണ്ട ഒരു ഗെയിമാണ് അവൾ ചെയ്യാൻ പോണേ. ഗെയിം എന്തെന്നറിയോ, ഞാൻ മോളോട് പച്ച എന്ന് പറയുമ്പോൾ ഗ്രീൻ എന്ന് പറയണം കേട്ടോ. ഞാൻ ചുവപ്പ് എന്ന് പറയുമ്പോൾ റെഡ് എന്ന് പറയണം. അപ്പോൾ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഈ ഫെവിക്കോൾ വെച്ച് നമ്മൾ പേപ്പർ ഒട്ടിച്ച് പോകണമല്ല, ഒട്ടിച്ച് പോകാൻ പാടുള്ളൂ. സ്വന്തമായി ബുദ്ധി ഉപയോഗിക്കരുത്, ഓർമ്മ ഉപയോഗിക്കരുത്, സവിശേഷ ബുദ്ധി ഉപയോഗിക്കരുത്, ഒരു സാധനം ഉപയോഗിക്കാൻ അനാവശ്യമായി ചിന്തിക്കരുത്. കേൾക്കുന്ന മാത്രം പറയാൻ പാടുള്ളൂ. സെറ്റല്ലേ? റെഡി? പിടിച്ചോ. ഇംഗ്ലീഷ് ഭാഷയിലെ നീ എന്ന് പറഞ്ഞാൽ യു ആണ് മോളെ. എന്താണ്? ആ. പോവുക എന്ന് പറഞ്ഞാൽ ഗോ ആണ്. എന്താണ്? ആ. എടുക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക് ആണ് അല്ലേ? ആ. തുറക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ് അല്ലേ? വരിക എന്ന് പറഞ്ഞാൽ കമ്മല്ലേ? ഓക്കെ. മലയാളത്തിലൊരു ഇമോഷൻ ഉണ്ട്, നം എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉണ്ട്, നം. ഓക്കെ. ഈ നം എന്ന് പറഞ്ഞ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഷുഡ് ആണ്. എന്താണ്? ഓക്കെ. അപ്പം നം പറഞ്ഞാൽ ഷുഡ്. അപ്പോൾ അല്ലേ, എടാ നീ വരണം കേട്ടോ നാളെ, എടി ആ സാധനം അവിടെ മാറ്റി വയ്ക്കണേ, കൊച്ചുങ്ങൾ തട്ടി വീട് പോകുമ്പോൾ പറയില്ലേ നമ്മള്, എടി നീ പറഞ്ഞാട്ടാ സുഖല്ലേ, എടി കോഴിമുട്ട വാങ്ങണേ പറയില്ലേ നമ്മള്. ആ നമ്മാണ് ഷുഡ്. എന്താണ്? ഓക്കെ. ഇനി ഞാൻ പറയുമ്പോൾ പറയോ, നീ നം വരിക. അപ്പൊ നീ വരണം, ആ നീ ഇങ്ങോട്ട് വരണം, ഹിയർ. നീ ഇങ്ങോട്ട് നാളെ വരണം, ആ ഇവിടെ വേണ്ട, ഹിയർ വേണ്ട. ഒന്നും കൂടി ആദ്യം പുതിയ കളി. നീ വരണം, you should come. നീ ഇങ്ങോട്ട് വരണം,
You should come here. നീ ഇങ്ങോട്ട് നാളെ വരണം. You should come here tomorrow. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം വരണം. You should come here tomorrow evening. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വരണം at 5. You should come here at 5 o'clock. റബ്ബേ, എഴുത്ത് ഭാഷ ഇതാണ് ഈ കുഴപ്പം. പറയല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ വാച്ച് ഉപയോഗിക്കുന്ന ആളാണ് ഷിഫ. ഘടികാരത്തിൽ ഇപ്പോൾ എത്രയാണ് 5 മണി കഴിഞ്ഞ് 48 വിനാഴിക എന്നൊക്കെ പറയൂ. എന്തോന്നടി ഇതെല്ലാം. വാച്ച് കണ്ടുപിടിച്ചിട്ടില്ല 10-200 വർഷം. അതറിയോ? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? എഴുത്ത് ഭാഷ പറയല്ലേ. ആദ്യം കംപ്ലീറ്റ്. at 5 എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. at 5 എന്ന് മാത്രം പറയാൻ പറ്റും. at 5 എന്ന് മാത്രം പറയാൻ പറ്റും. പിന്നെ 5 o'clock 5 PM എന്ന് പറയാൻ at 5 മാത്രം പറയാൻ പറ്റുമോ? പറ്റും. ശരി, നീ വരണം. You come. You should come. You come. നീ വരാറുണ്ടോ? നീ വരണം. You should come. നീ ഇങ്ങോട്ട് വരണം. You should come here. നീ ഇങ്ങോട്ട് നാളെ വരണം. You should come here tomorrow. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം വരണം. You should come here evening. Tomorrow evening. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വരണം. You should come here tomorrow evening 5. At 5. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം അവളെയും കൂട്ടി വിത്ത് ഹെർ 5 മണിക്ക് ഇങ്ങോട്ട് വരണം. നീ വരണം. You should come ഇങ്ങോട്ട് നാളെ വൈകുന്നേരം. You should come here. നാളെ tomorrow evening 5 മണിക്ക് 5. അവളെയും കൂടി കാറിൽ. അവളെയും കൂട്ടി വിത്ത് ഹെർ അല്ലേ? വിത്ത് ഹെർ അല്ലേ? ബൈ കാർ. കാറിൽ ബൈ ബൈക്ക് ബൈ കാർ ബൈ ബസ്. കേട്ടല്ലേ? ഒന്നും കൂടി ആദ്യം പുതിയ കളി. ഓക്കെ, എൻ്റെ ഒപ്പം പറഞ്ഞു പോവാ. ഞാൻ പറയുമ്പോൾ ലൈവായിട്ട്. നീ വരണം ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് അവളെയും കൂട്ടി കാറിൽ. വിത്ത് ഹെർ കാറിൽ അല്ലേ? ഒന്നുകൂടി. നീ ഇങ്ങോട്ട് വരണം. You should come. ഇങ്ങോട്ട്. You should come here. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വരണം. അവളെയും കൂടി കാറിൽ. You should come here നാളെ വൈകുന്നേരം tomorrow evening 5 മണിക്ക് at 5. അവളെയും കൂടി കാറിൽ. With her. ബൈ കാർ. ഓക്കെ, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. നമ്മൾ എന്ന് പറഞ്ഞാൽ വി, ആം എന്ന് പറഞ്ഞാൽ കെന്ന്. അപ്പോൾ പോകുക എന്ന് പറഞ്ഞാൽ ഗോ. അപ്പോൾ നമുക്ക് പോവാം. വി ക്യാൻ ഗോ. എന്താണ്? We can go. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. വി ക്യാൻ ഗോ ഫോർ ഷോപ്പിംഗ്. എന്താണ്? We can go for shopping. ഓക്കെ, നമുക്ക് ഷോപ്പിങ്ങിന് സ്റ്റുഡിയോയിലേക്ക് പോവാം. ടു സ്റ്റുഡിയോ. We can go for shopping at studio. ടു സ്റ്റുഡിയോയിലേക്ക്. Sorry, to studio. പറയുന്നത് കേട്ടത് ഫോളോ ചെയ്താൽ മതി. റെഡി അല്ലേ? അപ്പോൾ ആദ്യം റെഡി. 1 2 3. റെഡി 1 2 3 സ്റ്റാർട്ട്. എൻ്റെ ഒപ്പം പിടിച്ചോളി. പിടിക്കും. നീ ഇങ്ങോട്ട് വരണം നാളെ. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് അവളെയും കൂടി കാറിൽ വരണം. You should come here tomorrow. വൈകുന്നേരം. Tomorrow evening. 5 മണിക്ക് അവളെയും കൂടി കാറിൽ. At 5. With her by car. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. We can go shopping. We can go for shopping. സ്റ്റുഡിയോയിലേക്ക്. ടു സ്റ്റുഡിയോ. ഫൈനൽ റൗണ്ട്. പിടിക്കില്ലേ എൻ്റെ ഒപ്പം? നീ എടി ഷിഫ, നീ നാളൊരു വൈകുന്നേരം 5 മണിയാകുമ്പോഴേ അവളൊരു കാറിലൊന്നും ഇങ്ങോട്ട് വരണേ. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ഷോപ്പിങ്ങിന് പോവാം. പിടിച്ചോ? ഒന്നും കൂടി. നീയേ നാളെ ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോഴേ അവളെയും കൂട്ടി കാറിലൊന്നും ഇങ്ങോട്ട് വരണേ. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ഷോപ്പിങ്ങിന് പോവാം. റെഡി? നീ വരണം. ഇങ്ങോട്ട്. ഇങ്ങോട്ട് നാളെ വൈകുന്നേരം. നാളെ 5 മണിക്ക് അവളും കൂട്ടി
കാറിൽ by car. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം സുധിയോലിക്ക്. We can ഫോർ go. We can go to. ഗോ ഫോർ We can go for shopping to studio. ഫൈൻ, താങ്ക് യു. ഷിഫ ഇപ്പം സംസാരിച്ച ഭാഷയുടെ പേരാണ് ഇംഗ്ലീഷ്. ഓക്കെ. Yes. ഇപ്പം എന്താ ചെയ്തത് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഷിഫ കേട്ടു, ഷിഫ റിപ്പീറ്റ് ചെയ്തു. ഇതല്ല ഞാൻ പച്ചമലയാളത്തിൽ ആ കഴിഞ്ഞ 53 മിനിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്ര ഒരു ആൾക്കാർ പറഞ്ഞൊരു ബുദ്ധിമുട്ടില്ല ഇംഗ്ലീഷ് എന്ന്. ആരാണ് പറഞ്ഞത്? അപ്പോൾ ഷിഫ വെട്ടോ ഞാൻ വെട്ടോ മടൽ അല്ല, അവരെ മടലിട്ട് അടിയാണല്ലോ അവരെ. നമ്മളെ 10-18 കൊല്ലം കാണില്ലേ ഇവർ ഈ ഡാഷ് ആൾക്കാർ. മര്യാദയ്ക്ക് നമ്മളെല്ലാം 3 വയസ്സിൽ പഠിച്ചിട്ട് ഈ റിസ്ക് ഉണ്ടോ? ഈ സമയത്തോടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? മടൽ വിട്ട് അടിച്ചാൽ പോരെ, വായിൽ വിഷം ഒഴിച്ച് കലക്കണ്ട അവരെ പഠിച്ചിട്ട്, ഫീറോഡാനെ വെച്ചിട്ട് എന്ത് ആക്രമണം ചെയ്ത്. അല്ല, ഇത് മാത്രമല്ല പറയണത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണില്ലേ ഭൂമിയിലേക്ക് ഓക്സിജൻ തരുന്നത് മരങ്ങളാണെന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലേ നമ്മളങ്ങനെ? അത് കഥ. നമ്മൾ ബയോളജി പഠിച്ചിട്ടില്ലേ? ബയോളജി എന്തിനാ ബയോളജി പഠിച്ചിട്ടുള്ളതെന്ന് അറിയോ? നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പരാഗരണങ്ങൾ പഠിക്കാനോ വെളുത്ത രക്തത്തെ കുറിച്ച് പഠിക്കാനോ അല്ല. അതായത് ഞാൻ ഇതിനെ എൻ്റെ മേത്ത് തല്ലുമ്പോൾ എൻ്റെ മേത്ത് വേനെടുക്കുന്ന പോലെ ഷിഫ്ര മേത്ത് തല്ലുമ്പോൾ വേനെടുക്കും എന്ന് പഠിക്കുമ്പോൾ അപരോന്മുഖത്വം പഠിപ്പിക്കാൻ പറ്റണം. അതിൻ്റെ പേര് തന്നെ ജീവശാസ്ത്രം എന്നാണ്. മനസ്സിലായോ? അതായത് ഞാൻ ഷിഫ എന്നെ തെറി വിളിക്കുമ്പോൾ എനിക്ക് വിഷമിക്കുന്ന പോലെ ഞാൻ ഷിഫയെ തെറി വിളിച്ചാലും ഷിഫയ്ക്ക് വിഷമിക്കും എന്ന് മനസ്സിലാക്കാൻ. അങ്ങനെ ഇവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കുടുംബമൊക്കെ ഉണ്ടാവുമോ? കാരണം ഇവർ അപരന്മാരെ കുറിച്ച് ഇവർക്ക് എന്ത് വിചാരം വെച്ചിരിക്കുന്നത്? അപ്പോൾ ശരിക്കും നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇല്ല. ഇപ്പം പറഞ്ഞത് കഥകളൊന്നും പറയുന്നില്ല, കംപ്ലീറ്റ് വേസ്റ്റാണ് പഠിച്ചത് എല്ലാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മലയാളമല്ല സംസാരിച്ചത്, ബാക്കിൽ നിന്നിട്ട് പ്രോംപ്റ്റ് ചെയ്തത്. ഷിഫ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ഷിഫ എന്തെങ്കിലും എക്സ്ട്രാ ബുദ്ധി ഉപയോഗിച്ചതിന് വേണ്ടിയിട്ട് ഇല്ല ഇല്ല പറഞ്ഞു, എൻ്റെ ഒപ്പം പറഞ്ഞു. ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഷിഫ ഇപ്പോൾ സംസാരിച്ചത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രാമറാണ്. 100% ഗ്രാമാറ്റിക്കലി പെർഫെക്റ്റ് ആണ്. 1% പോലും തെറ്റില്ല. അതായത് പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. എന്താണ്? യു എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണെന്നും, ഷുഡ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കാണിക്കാനുള്ള ഓക്സൽ വെർബ് ആണെന്നും, കം എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണെന്നും സിമ്പിൾ പ്രസൻറ്റ് ആണെന്നും, കാർ എന്ന് പറഞ്ഞാൽ നൗൺ ആണെന്നും, വിത്ത് എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസ് ആണെന്നും, ക്യാൻ എന്ന് പറഞ്ഞാൽ ടു ഷോ സമ്മൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്സൽ വെർബ് ആണെന്നും സിംപ്ലി ഫ്യൂച്ചർ ആണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ചു എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞോ? ഞാൻ ഇല്ല. പറഞ്ഞോ ഷിഫ? ഇല്ല. പക്ഷെ ഇതൊക്കെ ഇല്ലേ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഭാഷയിൽ ഗ്രാമറും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ലെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ലിസൺ ആൻഡ് റിപ്പീറ്റ് ആണെന്ന് പറയുന്നത്. ക്ലാസ്സുകൾ മലയാളത്തിൽ തന്നു, ഷിഫ ഇംഗ്ലീഷ് സംസാരിച്ചു. 10-20 കൊല്ലമായി ഷിഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയില്ല. ഇവിടുത്തെ ആൾക്കാർ തട്ടിപ്പോൾ മതം നടത്തുന്നതാ. പറ്റിക്കലാണ്, പറ്റിക്കൽ പ്രസ്ഥാനം. കഥ മനസ്സിലായില്ലേ ഷിഫ? താങ്ക് യു. ഞാൻ ചെറിയൊരു മാജിക് കൂടി ഷിഫയ്ക്കാൻ കാണിച്ചപ്പോൾ ഈ ESL എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മാജിക് കൂടി ഞാൻ കാണിച്ചിട്ടെ. നിങ്ങൾ സങ്കല്പിക്കും, ഈ ക്ലാസ്സിൽ 100 പേരുണ്ട് സങ്കല്പിക്കും ഷിഫ. ഓക്കെ, ഷിഫ സങ്കല്പിക്കണം ഈ ക്ലാസ്സിൽ 100 പേരുണ്ടെന്ന്. അപ്പോൾ ഒരു സയൻസ് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഏറ്റവും ഫ്ലുവൻ്റായി സംസാരിക്കുക ആരായിരിക്കും അറിയും? 100ാമത്തെ ആൾ. കാണിച്ചിട്ടല്ല നല്ലത്. ശരി, ഞാൻ 100ാമത്തെ ആളെന്ന് സങ്കല്പിച്ചിട്ട് ആൾ പിടിക്കാൻ വേണം. അഫ്സലേ ബാ, അഫ്സൽ ബായ മോനെ ബാ. അഫ്സലെ, ഞാൻ പറഞ്ഞ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് പറയും. ഒരുവിധ കൺഫ്യൂഷനിലുണ്ട്, ഒരുവിധ ടെൻഷനിലുണ്ട്. വളരെ ഫ്രീ ആയിട്ട് 100% ഗ്രാമറോട് നേറ്റീവ് ഇംഗ്ലീഷ് സംസാര ഭാഷ പറയും. റെഡി 1 2 3. നീ വരണം. നീ ഇങ്ങോട്ട് വരണം. You should come here. നീ ഇങ്ങോട്ട് നാളെ വരണം. You should come here tomorrow. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം വരണം. You should come here tomorrow evening. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് വരണം. You should come here tomorrow evening at 5. നീ ഇങ്ങോട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് അവളെ കൂടി കാറിൽ വരണം. You should come here tomorrow evening at 5. അവളെ കൂട്ടി with her കാറിൽ. ബൈ. with her by car. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. We can പോവാം. go shopping. Go for shopping. സുദിയോലിക്ക് ടു studio. സ്റ്റുഡിയോ ZUDIO ടാറ്റയുടെ. റെഡി? ആദ്യ പുതിയ കളി. റെഡി 1 2 3. അഫ്സലേടാ, നീ നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേ ഒരു 5 മണിക്ക് അവളെ കൂട്ടി കാറിലൊന്നും ഇങ്ങോട്ട് വരണേ. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ഷോപ്പിങ്ങിന് പോവാം. റെഡി 1 2 3. പറഞ്ഞോ, ലൈവായിട്ട് പറഞ്ഞോ ഇംഗ്ലീഷ്. നീ ഇങ്ങോട്ട് വരണം നാളെ. You should come നാളെ വൈകുന്നേരം 5 മണിക്ക്. evening at 5. അവളെയും കൂട്ടി with her അവൾ കാറിൽ by car. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. We can go
ഫോർ for shopping. സുദിയോലിക്ക് For shop to studio. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്നുള്ളത്. അതായത് 100 പേരുണ്ടെങ്കിൽ 100ാമത്തെ ആളായിരിക്കും സംസാരിക്കുക. ക്ലിയർ ആയോ അഫ്സൽ? എന്താ കാര്യം അറിയോ? ഈ ഇരിക്കുന്ന 99 പേരും പറഞ്ഞു കേട്ട് പറയാം. ക്ലിയർ അല്ലേ? ശരിക്കും ഞാനും ഷിഫയും മാത്രമേ സംസാരിച്ചുള്ളൂ, ശരിയല്ലേ? അല്ലേ? അത്രേ ഉള്ളൂ, ഒന്നുമില്ലടാ. ചോദ്യമേ ഉള്ളൂ. ഷിഫോട് ചോദ്യം, മടൽ ഞാൻ പൊട്ടോ നീ പൊട്ടോ? തലക്കടിച്ച് പൊളിക്കാനുള്ളത് അല്ല, മടലൊട്ടി അടിക്കണ്ടേ? എടാ നമ്മളെ എത്ര വർഷം നോമാരെ കളഞ്ഞത് നമ്മളുടെ തമാശകളെ. സമയത്തിന് ഒരു വിലയില്ലേ? നീ ഇത് 3 വയസ്സിൽ പഠിച്ചിട്ട് 5ാമത്തെ വയസ്സിൽ നിനക്ക് ഫയർ എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് റീസൺ ഏർലി 40 വർഷം വരെ ഞാൻ ജോലി ചെയ്ത് തീരുമാനിച്ച് നീ സ്കിൽ ഉണ്ടാക്കി, ഇംഗ്ലീഷ് ഉണ്ടാക്കി, ലാംഗ്വേജ് ഉണ്ടാക്കി, നീ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്ത് നിന്റെ പാഷൻ കണ്ടത് അതിനെ പ്രൊഫഷൻ ആക്കി. നിനക്ക് ഇപ്പോൾ എത്ര വയസ്സായി? നീ ഒരു 19 വയസ്സാകുമ്പോൾ കോടീശ്വരൻ ഉണ്ടാവളാ. അപ്പോൾ സമയത്തിന് വിലയില്ല. നീ ഇപ്പോൾ കോടീശ്വരൻ 1 ലക്ഷം രൂപ, നീ 1000 രൂപ, നീ ഇപ്പോൾ ഇവർക്ക് സമാധാനം പറയല്ലേ? ആരാണിത് ചെയ്തത്? നിന്നെ ഇങ്ങനെ സാധാരണപ്പെട്ട മനുഷ്യനാക്കി തരാം ഇവിടുത്തെ സൊസൈറ്റി. അപ്പൊ അതിനവർക്ക് ഉത്തരമില്ല. മാട്ടൽ വിട്ടടിച്ചപ്പോ ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കണം തലയിൽ ഇവരെ തേങ്ങ പിടിക്കാനായിട്ട്. ഹെൽ ഓക്കെ, താങ്ക് യു അഫ്സൽ. ഒന്നുള്ള ആൾക്കാരൊക്കെ വെറുതെ പറയണ ഇംഗ്ലീഷ് തോന്നുന്നുണ്ടോ? ഇത് എന്ത് ഫ്രീ ആയിട്ട് സംസാരിക്കണേ? ഒരാളെ ബാക്കിൽ നിന്ന് നെഞ്ചു പിടിച്ച് നിൽക്കണം വെള്ളം പറയാൻ വേണ്ടത്, സപ്പോർട്ടോട് കൂടി അല്ലേ? പറയിപ്പിക്കാണ് ഇതിൻ്റെ ലിസൺ റിപ്പീറ്റ്. ആരാണ് പറയുന്നത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. വേണമെങ്കിൽ സൂത്രം കാണിച്ചുതരാം, ഒറ്റ സൂത്രം കാണിച്ചുതരാം. ലാസ്റ്റ് ആള് എല്ലാം ഇത് വർക്കാവുന്ന സിമ്പിൾ ലോജിക്കാണ്. ഇത്രേ ഉള്ളൂ സയൻസ് ഇതിന്റെ. ബൾക്കീസ് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ പേടിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്കാരെ പിടിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളതല്ല ക്ലാസ്, ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാർക്കുള്ളതാണ് ക്ലാസ്. പറയട്ടെ, എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരില്ല. ഞാൻ സാധാരണ 4 പേജൊക്കെ പറയിപ്പിക്കാറുണ്ട്. നീ ഇങ്ങോട്ട് നാളെ വരണം. You should come here. നാളെ വൈകുന്നേരം. You should come here tomorrow evening. 5 മണിക്ക്. You should come here tomorrow evening at 5. അവളെ കൂട്ടി കാറിൽ. You should come here tomorrow evening at 5 with her by car. ഓക്കെ, നമുക്ക് സുധിയിലേക്ക് ഷോപ്പിംഗ് പോവാം. We can go for shopping to Zudio. വീണ്ടും പറഞ്ഞു ബൾക്കീസ്, ഈ ക്ലാസ്സിൽ 100 പേരുണ്ടെങ്കിൽ 100ാമത്തെ ആറാം ബൾക്കീസ് ഉണ്ടെങ്കിൽ ബൾക്കീസിന് പ്രാക്ടീസ് ചെയ്യണ്ട. എന്താ കാരണം? ഫസ്റ്റ് ലൈനിൽ പറയും. പറഞ്ഞില്ലേ? ഫസ്റ്റ് ലൈനിൽ പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ. ആളുകൾ പറയുന്ന ഒരു സംഗതി അല്ല ഇംഗ്ലീഷ്. അതല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് ഭാഷയ്ക്ക് ഒരു കൊമ്പുമില്ല, ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ടില്ല. ഗ്രാമറും പഠിക്കുന്ന ടെൻസ് പഠിക്കണം. ഇതിലില്ലേ? സബ്ജക്റ്റില്ലേ? വെർബില്ലേ? ഷുഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബില്ലേ? റെസ്പോൺസിബിൾ കാണിക്കാനുള്ളത്. പ്രിപ്പോസിഷൻ ഇല്ല, നൗണില്ലേ? എല്ലാം ഇതിനകത്ത്. ഞാൻ പറഞ്ഞോ വല്ലതും? ആരാണിത് പറയണത്? അതൊക്കെ പഠിക്കണത് ആരാണ് പറഞ്ഞത്? ഇംഗ്ലീഷ് ഭാഷ ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഭാഷയാണ്. ആരാണ് പറയണത്? ആരാണിത് പറയണത്? എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ 18 സെഷൻ കൊണ്ടുള്ള കുട്ടികളൊക്കെ സംസാരിക്കുന്നത്. ആരാണ് പറഞ്ഞത് 1000 ദിവസം വേണമെന്നൊക്കെ? ഇതിവിടെ ഞാൻ 3 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കണതാ. സീരിയസ്ലി. കണ്ണൂരൊക്കെ കുട്ടിയുണ്ട് അവിടെയൊക്കെ. ദക്ഷ LKG പഠിക്കണേ. വൈകുന്നേരം മണിക്കൂറാണ് അമേരിക്കൻ ആക്സെന്റ് സംസാരിക്കുന്നത്. So I came to the classroom, so one of my friend I should tell you എന്നാണ് സംസാരിക്കും. ഏത് 3 വയസ്സുള്ള പെങ്കൊച്ച് ദക്ഷ. കഥ മനസ്സിലായോ? കാരണം അവർക്ക് ഞാനുണ്ട്. ഞങ്ങളുടെ പ്രശ്നം മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ലൈഫ് രക്ഷപ്പെട്ടില്ലേ? കാരണം വെച്ചാൽ 3 വയസ്സിലാണ് കുട്ടി സംസാരിക്കുന്നത് അമേരിക്കൻ ആക്സെന്റോട് ഇംഗ്ലീഷിൽ. ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വർഷങ്ങൾ കളഞ്ഞതിന് ഇവരെന്ത് സമാനം പറയും? അതിനൊരു വിലയില്ലേ? സമയത്തിനൊന്നൊരു വിലയില്ല. ഞാൻ 2 വട്ടം ഇന്ത്യ കൊണ്ട് ഇറങ്ങിയ ഒരാളാണ്. ഈ 40 വയസ്സിനകത്തേക്ക് 2 വട്ടം ഇന്ത്യ മൊത്തം 20 സംസ്ഥാനം 8 യൂണിറ്റ് ടെറിട്ടറിയും. ഇതൊക്കെ സമയമല്ലേ എടുക്കണേ? 4 വർഷം കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പം ഇതൊക്കെ എന്തോരം കാര്യം ചെയ്യാൻ പറ്റുന്ന ഇതിന്? എന്തോരം കാശുണ്ടാക്കായിരുന്നു? എന്തോരം ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു? എന്തോരെങ്കിലോ ബീഫും പൊറോട്ടമായി തിന്നായിരുന്നു ആ കാശിന്. ശരിയല്ലേ ദർവിഷ്? ഇവരെ കുറിച്ച് സാങ്കേതികത്വം പറയൂ. സാങ്കേതികത്വം അവർ കേക്കട്ടെ. കുറച്ച് സാങ്കേതികത്വം. അതായത് നമ്മള് ഇംഗ്ലീഷ് ഇടം കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഈ ഒരു സയൻസിനെ ബേസ് ചെയ്തിട്ട് ഭാഷ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്ഥാപനമാണ്. സാറിന്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. സാറാണ് ഫൗണ്ടർ. സാറ് ബ്രിട്ടീഷ് അമേരിക്കൻ ആക്സെന്റ് ട്രെയിനർ കൂടിയാണ്. അപ്പോ
ഈ ഒരു സയൻസ്, അതായത് ലിസൺ ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഭാഷയെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഇതുപോലെ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുള്ള കുറെ ആളുകളാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ പല ആളുകൾ അഡ്മിഷൻ എടുക്കണം, അഡ്മിഷൻ വേണം, എങ്ങനെ ചെയ്യാം എന്ന് പറ. അപ്പൊ അവരൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മൾക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ ഒരു സയൻസ് മനസ്സിലായിട്ടുള്ള ആളുകളെ മാത്രമാണ് നമ്മളുടെ കോഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങൾ ഒരു വർഷം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പോലെ ആഴ്ചയിൽ ബാച്ചുകൾ തുടങ്ങി 1000-2000 പേരെ പഠിപ്പിച്ച് ഇവരെല്ലാവരും ടീച്ചറുടെ തലയിട്ട് കൊടുക്കുന്ന ഒരു സ്കീമൊന്നും നമ്മൾ പിടിക്കാറില്ല. നമ്മളൊരു വർഷം 12 ബാച്ചാണ് തുടങ്ങുന്നത്. ഒരു ബാച്ചിൽ ഏകദേശം 100 മുതൽ 150 കുട്ടികൾ വരെയാണ് നമ്മൾ മാക്സിമം എടുക്കുള്ളൂ. അതും ഈ സാറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ 100 to 150 ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് ഇത്ര ബാച്ച് ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായി മനസ്സിലാവണം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പറ്റാത്തത്. പലരും എന്നോടൊന്ന് പറയാറുണ്ട്, എനിക്ക് എഴുതാൻ വായിക്കാൻ അറിയാം, സംസാരിക്കാൻ അറിയില്ല, ഗ്രാമർ അറിയില്ല, കിട്ടുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം എല്ലാവരും പറയുന്നത് സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലല്ല, സംസാരിക്കാൻ ആളുണ്ടായിട്ടുണ്ടെങ്കിലും പഠിക്കാൻ പോകുന്ന സാധനം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുള്ള, എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുള്ള ആ കണ്ടിന്യൂഷന്റെ പുറകിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും വാക്കുകൾ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എഴുതാൻ ഉപയോഗിക്കുന്ന എഴുത്തുഭാഷയാണ്. എഴുത്തുഭാഷ പഠിച്ച് സംസാരിക്കുന്ന ആർക്കാണെന്നുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. കാരണം ലോകത്ത് ആരും എഴുതുന്ന ഭാഷ സംസാരിക്കാറില്ല. സംസാരിക്കുന്ന ഭാഷ വേറെയാണ്, എഴുതുന്ന ഭാഷ വേറെയാണെന്ന് മനസ്സിലാക്കി തരാനാണ് ഈ 1 മണിക്കൂർ സമയം നമ്മൾ ഈ ഒരു ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്കുള്ളിൽ കുറെ വാക്കുകളുണ്ട്, ചേർത്ത് വെച്ച് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ സ്റ്റക്ക് ആവുന്നുണ്ടാവുക, നിങ്ങൾക്ക് പോകുന്നുണ്ടാവുക, കിട്ടാതിരിക്കുന്നുണ്ടാവുക. അതൊരിക്കലും നിങ്ങൾ സംസാരിക്കാത്തതുകൊണ്ടല്ല. നിങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, എഴുതാനും വായിക്കാനാണ് പഠിച്ചിട്ടുള്ളത്, എഴുത്തുഭാഷ കയ്യിലുള്ളൂ. സംസാര ഭാഷ എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ ഡിഫറെന്റ് ആണ്. ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം കൂടി പറയാം. ഇവർ ആദ്യം തന്നെ കുറെ മലയാളം ഡയലോഗുകൾ, നമുക്ക് ചുറ്റും എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു അപകടം പറയുന്നത് കുറെ മലയാളം ഡയലോഗുകൾ നിങ്ങൾക്ക് എഴുതി തരും. ഈ മലയാളം ഡയലോഗ് എഴുതുന്നത് അത് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങനെയാണ്, ഞാൻ വന്നിരുന്നു എന്നൊക്കെ ഉള്ള കുറെ മലയാളം ഡയലോഗിന് ഇംഗ്ലീഷ് എഴുതും. ഇത് എഴുതി കൊടുക്കുന്ന സാധനത്തിന്റെ പേര് റിട്ടേൺ ഫോർമാറ്റ് ആണ്. ഇത് എഴുതിയാണ് കൊടുക്കുന്നത്. എഴുതി കൊടുക്കുന്ന എഴുത്തുഭാഷയ്ക്ക് മാർക്ക് ഇട്ടതിന് ശേഷം അവർ പറയാണ് നിങ്ങളുടെ സംസാര ഭാഷ ശരിയല്ല, നിങ്ങൾ ബേസിക് ആണ്, അഡ്വാൻസ് ആണ്, ഇന്റർമീഡിയറ്റ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എഴുത്തുഭാഷയ്ക്ക് മാർക്ക് ഇടുന്നു, എന്നിട്ട് സംസാര ഭാഷ ശരിയില്ല എന്ന് പറയുന്നു. ഇത് എഴുതി കൊടുക്കുന്ന എഴുത്തുഭാഷ എന്നുള്ള ബോധ്യവും പോലും നമ്മൾക്കും ഇത് വായിക്കുന്നവർക്കും ഇല്ല. എന്നിട്ട് നമ്മളോട് പറയും നിങ്ങൾ അഡ്വാൻസ്ഡ് ആണ്, ഒരു കാര്യം ചെയ്തോ. എന്തിനെ ബേസ് ചെയ്ത്? നിങ്ങൾ ഇടുന്ന ഈസും വാസും മാറി കിടക്കുന്നതിനെ ബേസ് ചെയ്ത്. ഐ ആം ഗോയിങ്ങിന് പകരം ഐ ഈസ് ഗോയിങ് എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആണെന്ന് പറയും. ഐ ഹാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇന്റർമീഡിയറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തോ വായി തോന്നിയൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ അളക്കാണ്. അളന്നിട്ട് പറയാണ് നിങ്ങൾ ഇങ്ങനെയാണ്, 5000 രൂപ അടച്ചോളം പറഞ്ഞ് നമ്മൾ ഫീസ് അടക്കുന്നു, ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് പഠിപ്പിക്കുന്നത് എന്താണ്? സബ്ജക്ട് ആണെന്ന്, വെർബ്, ഒബ്ജക്ട്, ആക്റ്റീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് ഭാഷയെ മെമ്മറിയിലേക്ക് ആഡ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടി ഒരു പേഴ്സണൽ ട്രെയിനറോട് കൂടി ഞങ്ങൾ പറയാം, അയാളോട് കൂടി സംസാരിച്ചോ. ഡെയിലി ഒരു 1/2 മണിക്കൂർ വെച്ച് പേഴ്സണൽ ട്രെയിനറോട് സംസാരിച്ചാൽ 3 മാസം കൊണ്ട് റെഡിയാവും, 2 മാസം കൊണ്ട് ശരിയാവും, 5 മാസം കൊണ്ട് റെഡിയാവും എന്ന് പറയുന്ന ഒരു ലൂപ്പിനകത്താണ് നമ്മൾ എല്ലാവരും കിടക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഭാഷ പഠിക്കാൻ പോവുകയാണെങ്കിൽ 1000 വർഷം എടുത്താലും നിങ്ങൾ ഭാഷ സംസാരിക്കില്ല. കാരണം ആ പഠിക്കുന്ന സാധനം എഴുതാൻ പഠിക്കുന്നതാണ്. എഴുത്തു ഭാഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന പഠനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രക്ചർ. അങ്ങനെ പഠിക്കുന്നത് റിട്ടേൺ ഫോർമാറ്റിന് വേണ്ടിയിട്ടാണ്. ലോകത്താരും എഴുതാൻ വേണ്ടി പഠിക്കുന്ന പഠനം ഉപയോഗിക്കാറില്ല സംസാരിക്കാൻ. ഇത് രണ്ടായതുകൊണ്ടാണ് നമുക്ക് ആർക്കും സംസാരിക്കാൻ പറ്റാത്തത്. ലോകത്ത് ഇപ്പൊ തമിഴ് സംസാരിക്കുന്നതിന്, കന്നഡ സംസാരിക്കുന്നതിന്, ഹിന്ദി സംസാരിക്കുന്നതിന്, അറബി സംസാരിക്കുന്നതിന് ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യുക, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. കേൾക്കുക, മനസ്സിലാക്കുക, കേൾക്കിട്ട് മനസ്സിലായിട്ട് തിരിച്ചു പറയുക. ഈ ഒരു ലോജിക്കിൽ മാത്രമേ നമുക്ക് ഭാഷയെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ഒരു മെത്തേഡും ഇല്ല. ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 20 ദിവസം കൊണ്ട് പഠിക്കാം, 15 ദിവസം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഫീസ് തിരിച്ചു തരാം, അല്ലാന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് ഭാഷ പഠിപ്പിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഗ്രാമർ വേണം, ഗ്രാമർ വേണ്ട, ഇങ്ങനെ ഒരുപാട് വാദങ്ങളൊക്കെ കാണാം. ലോകത്ത് ഭാഷ സംസാരിക്കുന്നതിന്, ഭാഷ എന്നാണ് പറഞ്ഞത്, ഇംഗ്ലീഷ് എന്നല്ല പറയുന്നത്, ഭാഷ സംസാരിക്കുന്നതിന് ഒരൊറ്റ രീതി മാത്രമേ ഉള്ളൂ, കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു പറയും. അപ്പൊ ആദ്യ സമയങ്ങളിൽ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഹിന്ദിയിൽ ഓന്തരെ അവനുള്ളിലുണ്ടെന്ന് പറയുമ്പോൾ കേട്ടാൽ മനസ്സിലാവില്ല. കുറെ വട്ടം കേൾക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിലായ ഒരാൾക്ക് തിരിച്ചു പറയാൻ പറ്റും. മിമിക്രി പോലെ റിപ്പീറ്റ് ചെയ്യും. ലിസൺ ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഭാഷ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഭാഷയെ കീറി വെച്ച് മുറിച്ച് സാങ്കേതികത്വം പഠിച്ച സബ്ജക്റ്റ് ആണെന്നും വെർബാണെന്നും പാസീവ് വോയിസ് ആണെന്നും റിപ്പോർട്ട് സ്പീച്ച് ആണെന്നും ഇതിന്റെ അപ്പുറത്ത് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ആയിരുന്നു പറയാനായിട്ട് ഐ വാസ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ അതിന് വായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വാസ് ആണെന്ന് അറിഞ്ഞാൽ മതി. അല്ലാതെ വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നും അതിന്റെ അപ്പുറത്തിരിക്കുന്ന വാക്കിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing ആണെന്നും അതിന്റെ അപ്പുറത്തിരിക്കുന്ന ആ ഒരു വേർഡിന് വെർബിന്റെ 3ാമത്തെ
എങ്ങനത്തെ ഫോം വെക്കണം എന്നുള്ള സാങ്കേതികത്വം അറിയേണ്ട ഒരു ആവശ്യമില്ല. നീയാണെന്ന് പറയാനായിട്ട് യു ആർ എന്ന് അറിഞ്ഞാൽ മതി. ആ യു എന്താണെന്നോ ആർ എന്താണെന്നോ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോലും ആവശ്യമില്ല എന്നുള്ള ഒരു പോയിന്റാണ് മുന്നിലേക്ക് വെക്കുന്നത്. എഴുതുന്ന ഭാഷ വേറെയാണ്, സംസാരിക്കുന്ന ഭാഷ വേറെയാണ്. ഈ ഒരു സയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ എല്ലാവരും നടക്കുന്നത്. ലിസൺ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ക്ലാസ്സുകൾ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ക്ലാസ്സുകൾക്കുള്ളിൽ വരുമ്പോൾ, ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം ഒരു 20-ാം തീയതി വരെ ക്ലാസ്സുകളുള്ളൂ. ആ ക്ലാസ്സുകൾക്കുള്ളിൽ തന്നെ 2 ഭാഗങ്ങളായിട്ട് ഞങ്ങൾ ക്ലാസ്സിനെ തിരിച്ചേക്കാണ്. ഒന്ന്, നിങ്ങളെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പഠിക്കാനുള്ള ലിസണിങ് പ്രാക്ടീസിന്റെ സമയം. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ മനസ്സിലാവണം. അപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്, ഹേയ് മാൻ വൈ യു സോ ലൗഡ് കീപ് മാം എന്ന് പറയാണ്. അപ്പൊ കീപ് മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാനാണെന്ന് പഠിക്കണം നിങ്ങൾ ആദ്യം. അപ്പൊ ഇവിടെ അതിന് മിണ്ടാതിരിക്കണം. ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ പഠിക്കുന്ന എന്താണ്? ഷട്ടപ്പ് യുവർ മൗത്ത് എന്നാണ്. ഷട്ടപ്പ് യുവർ മൗത്ത്, അല്ലെങ്കിൽ വേറെ വാക്കുകൾ ചേർത്ത് പറയും, ഷട്ടപ്പ് യുവർ മൗത്ത് എന്നാ പറയാ. അപ്പൊ യഥാർത്ഥത്തിൽ ആയിപ്പ് സംസാരിക്കുന്നത് അവന്റെ നേറ്റീവിലാണ്. ഞാൻ മലയാളം സംസാരിക്കുന്നത് നേറ്റീവ് മലയാളമാണ്, എന്റെ നേറ്റീവ് ആയിട്ടുള്ള മലയാളത്തിലാണ് സംസാരിക്കുന്നത്. തമിഴ് സംസാരിക്കുമ്പോൾ നേറ്റീവ് മലയാളത്തിലാണ് നേറ്റീവ് തമിഴിലാണ് സംസാരിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ സംസാര ഭാഷയുടെ പേര് നേറ്റീവ് ഇംഗ്ലീഷ് എന്നാണ്. അവന്റെ അവിടുത്തെ ഭാഷ, അവൻ സംസാരിക്കുന്ന ഭാഷ, അവൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആ ഭാഷ ഉണ്ടല്ലോ. നമ്മളിപ്പോ എങ്ങനെയാണോ മലയാളം കേട്ടിട്ടുള്ളത് അതേപോലെ അച്ഛനോടെന്ന് പറയാൻ അച്ഛൻ പ്ലസ് നോട് എന്ന് ചേർക്കേണ്ടതില്ല, അമ്മ പ്ലസ് യോട് എന്ന് ചേർക്കേണ്ടതില്ല, ഇതിന്റെ പേര് വിഭക്തിയാണ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ആ ഗ്രാമർ പഠിക്കാത്തൊരു മലയാളം ഉണ്ടല്ലോ, നമ്മൾ കേട്ട് 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 മനസ്സിലാക്കിയ ഒരു മലയാളം. അതേപോലെ അവന്റെ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ഉണ്ട്, അവൻ ലിസൺ ചെയ്ത് എടുത്തിട്ടൊരു മലയാളം ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിൽ മാത്രമേ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ എഴുത്ത് ഭാഷയാണ്. അപ്പോ ഈ കീപ് മം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ മിണ്ടാതിരിക്കാനെന്ന് പഠിപ്പിക്കണം. അപ്പൊ അതിനാദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവണം. ലിസണിങ് പ്രാക്ടീസ് ഞങ്ങൾ ഇങ്ങനെ പറയാം. കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേണ്ടി പഠിപ്പിക്കുക ആദ്യം. അതിനുശേഷം രണ്ടാമത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഉള്ളത് എഴുതുന്ന എഴുത്ത് ഭാഷയായിരിക്കും. നിങ്ങൾ മലയാളിയാണെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെ ഉള്ളിൽ എഴുത്ത് ഭാഷ ഉണ്ടാവുള്ളൂ. എഴുതുവാനും വായിക്കുവാനും പഠിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത്. എല്ലാത്തവരും സംബന്ധിച്ച് രക്ഷപ്പെട്ടു. അവൻ ഇംഗ്ലീഷ് അറിയില്ലല്ലോ, എഴുതാനും വായിക്കാനും അറിയില്ല. അവൻ പഠിച്ചിട്ടുള്ളത് ആ ഒരു ലോജിക്കൽ രീതിയിലായിരിക്കും. അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് എഴുത്ത് ഭാഷയാണ് ഉള്ളിലുള്ളത്. അപ്പൊ അവന് സ്വാഭാവികമായിട്ട് എന്തുവരും, പേരെന്താടാ എന്ന് ചോദിക്കുമ്പോ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാൻ തോന്നും. എത്ര വയസ്സായി എന്ന് ചോദിക്കാൻ, എത്ര വയസ്സായി, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കാൻ തോന്നും. ഇടുവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ക്യാൻ യു പ്ലീസ് കം എന്ന് പറയാൻ തോന്നും. ഇതൊക്കെ ഇംഗ്ലീഷിന്റെ എഴുതുന്ന ഫോർമാറ്റ് ആണ്. എഴുത്ത് നീ ആ 100 രൂപ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ യു എന്ന് വെച്ച് സംസാരിക്കാൻ തുടങ്ങേണ്ട ആ ഒരു ബാധ്യത ഉണ്ടല്ലോ. ക്യാൻ യു പ്ലീസ് ഗീവ് മീ ദാറ്റ് 100 rupees എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ എഴുത്തു ഭാഷയുടെ ലൂപ്പിനുള്ളിൽ കിടക്കണം. ആ കാല് നമ്മുടെ തല അവന്റെ കാലുമ മുട്ടിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഇല്ലേ ബ്രിട്ടീഷുകാരുടെ, അവൻ ഉണ്ടാക്കി വെച്ച പോയ ലൂപ്പിന്റെ ബാക്കിയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അത് പൊട്ടിച്ചറിയാൻ കഴിയണം. അങ്ങനെയുള്ളവർ മാത്രമേ ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന പേഴ്സണൽ ട്രെയിനറിന്റെ കഴിവുകൊണ്ടോ 21 ദിവസം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ പൈസ തിരിച്ചു എന്ന് പറയുന്ന ആ ധൈര്യത്തിന് പുറത്തുണ്ടാവുന്നതല്ല അത്. അപ്പൊ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന നിങ്ങൾക്കുള്ളിലുള്ള എഴുതുന്ന എഴുത്തു ഭാഷയെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞ് സംസാര ഭാഷ എനിക്ക് അവിടെ റീപ്ലേസ് ചെയ്യിക്കണം. അപ്പൊ പേരെന്താന്ന് ചോദിക്കുമ്പോ ഹേയ് യുവർ നെയിം ഇസ് എന്ന് ചോദിക്കാം. യുവർ നെയിം ഇസ് എന്ന് ചോദിക്കാൻ പറ്റണം. നെയിം എന്ന് ചോദിക്കാൻ പറ്റണം. യുവർ നെയിം എന്ന്, അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ ഫീലിങ്സിനോടും ഇമോഷനോടും ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഭാഷ എടുത്തു വെക്കാൻ പഠിക്കണം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എത്ര വയസ്സായി ചോദിക്കുന്നതിന് വെറുതെ ഈ ചപ്പാത്തി പരത്തുന്ന പോലെ വലിച്ചു പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, വേറെന്തോ ഒരു സാധനം വെച്ചാൽ മതിയാവും എന്നൊരു ലോജിക്ക് പിടികിട്ടുന്ന ഒരു ഡേറ്റ് വരും. അതെന്നാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇവിടെയുള്ള ആൾക്കാർ 3 മാസം 6 മാസം എന്നൊക്കെ പറയുന്നു, അതിനുള്ളിൽ സംസാരിച്ചില്ല കാശ് തിരിച്ചു കൊടുക്കുന്നു പറയുന്നു. അത് എവിടെ നിന്ന് കിട്ടണമെന്ന് എനിക്കറിയില്ല. ലോജിക്കാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നീ എത്ര വയസ്സാണ് ചോദിക്കുമ്പോൾ ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കണ്ട, വേറെന്തോ ചോദിച്ചാൽ മതി, യുവർ ഏജ് എന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ തോന്നുന്ന ഓരോരുത്തർക്കും ഓരോ ലോജിക്ക് പിടികിട്ടി തുടങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങുവാ എന്ന് പറയുന്നതിന് ക്യാൻ യു പ്ലീസ് കം എന്നല്ലാന്ന് മനസ്സിലാവും. ആ ചെരുപ്പ് ഇടാൻ പറയുമ്പോൾ ക്യാൻ യു പ്ലീസ് റിമൂവ് യുവർ ഷൂസ് അല്ലാന്ന് മനസ്സിലാവും. നമ്മൾ എപ്പോഴും പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും കേട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡന്റ് ഹിയർ എനിത്തിങ് ഒന്നും പറയേണ്ടതില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് പിടികിട്ടും. അതൊക്കെ എഴുത്തുഭാഷയാണെന്ന് മനസ്സിലാവുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വരും. ആ എഴുത്തുഭാഷയെ പൊളിച്ച് അവിടെ സംസാര ഭാഷയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി സംസാര ഭാഷ എന്താണെന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുകയാണ് എനിക്ക് അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത്. അതിന്റെ പേര് ഞങ്ങൾ സെഗ്മെന്റ് ആണ്, സയൻസ് ആണ് പറയുന്നത്. അതിന്റെ പേര് ഡിമോളിഷിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. പൊളിച്ചിട്ട് നല്ലത് അവിടെ കൊണ്ടുവന്ന് വെക്കണം. അതിനുശേഷം വളരെ ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. സെഷൻ മീൻസ് വളരെ ഇമ്പോർട്ടന്റ് ഒരു സയൻസ് ആണ്. ഈ ഞങ്ങളതിന് പറയാം ഇന്റോനേഷൻ എന്നാ പറയാം. ഇന്റോനേഷൻസ് എന്താന്ന് പഠിപ്പിക്കും. അതായത് നിങ്ങൾ സംസാരിക്കുന്നത് സംസാര ഭാഷയാണ്, സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നീ അവിടേക്ക് പോരുന്നോടാ എന്ന് ചോദിക്കാനായിട്ട് സാറ് പറഞ്ഞ പോലെ ഡിഡ് യു ഗോ ദർ എന്ന് പഠിപ്പിക്കണ്ട. ഡിഡ് യു ഗോ ദർ എന്ന് നമ്മൾ പറയില്ല. യു വെന്റ് ദർ എന്ന് ചോദിക്കും. യു വെന്റ് ദർ, നീ അവിടേക്ക് പോയി. യു വെന്റ് ദർ, യു വെന്റ് ദർ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എവിടേക്കാ എന്ന് ചോദിക്കുമ്പോൾ വേൾഡ് എന്ന് ചോദിക്കുന്ന സാറ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇന്റോനേഷൻസ് സംസാരിക്കുകയാണല്ലോ, സംസാര ശൈലിയാണ്. ഒരിക്കലും അവിടെ ഗ്രാമർ അർത്ഥതലങ്ങളുള്ള. ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഒരു മലയാളം ഞാൻ പറയാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്.
എനിക്കേ പണി കിട്ടി എന്ന് പറയാണ്. എനിക്കേ പണി കിട്ടി. അപ്പൊ വേറൊരു മലയാളം ഞാൻ പറയാണ്, ഒന്നും പറയണ്ടോ, നാശം, ഒരു പണി കിട്ടി, എന്താ ചെയ്യാം. ഇത് രണ്ടും എഴുതുമ്പോൾ നമ്മൾ എനിക്ക് പണി കിട്ടി എന്ന് തന്നെയാണ് എഴുതുക. എഴുതുമ്പോൾ റിട്ടേൺ ഉള്ളത് അങ്ങനെ എഴുതാൻ പറ്റില്ല. എനിക്ക് പണി കിട്ടി. പക്ഷെ ഇത് ഇംഗ്ലീഷിനുള്ളിൽ പോകുമ്പോ ഫസ്റ്റത്തെ സാധനം ഞാൻ ഇത്തിരി സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഐ ഗോട്ട് ജോബ് എന്ന് പറയാം. അവിടുത്തെ പണി ജോബായി മാറും. ഐ ഗോട്ട് ജോബ്, എനിക്ക് ജോലി കിട്ടിയെന്ന്. പക്ഷെ രണ്ടാമത്തെ സാധനം ജോലിയല്ല, അത് ശരിക്കും എനിക്ക് പണി കിട്ടി, എന്റെ ട്രബിൾ. അത് എനിക്കൊരു പണി കിട്ടിയത് ഒന്നും പറയണ്ട, ഒരു 8ന്റെ പണി കിട്ടി എന്നൊക്കെ പറയില്ലേ, അപ്പൊ ട്രബിളാ. അവിടെ നമ്മള് പണിക്ക് ജോബ് എന്നല്ല വെക്കാം. അവിടെ എന്താ വെക്കാം? സായിപ്പ് അതിന്റെ നേറ്റീവ് എക്സ്പ്രഷനിൽ ഉപയോഗിക്കുന്നത് റിസ്ക് എന്നാണ്. ഐ ഗോട്ട് റിസ്ക്, ഐ ഗോട്ട് റിസ്ക്, എനിക്ക് പണി കിട്ടിയെന്ന്. ഇത് നിങ്ങൾ എഴുതുമ്പോ എനിക്ക് പണി കിട്ടി എന്നുള്ളത് എഴുതുമ്പോ ഇത് എങ്ങനെയാണ് നമുക്ക് എഴുതി പഠിക്കാൻ പറ്റുക? ഇത് എങ്ങനെയാണ്, ഇത് ഏത് ടെൻസിലാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്? ഇവിടെ പഠിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഇത് ഏത് ടെൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഇത് സിമ്പിൾ പ്രസന്റ് ആണോ അതോ പ്രസന്റ് കണ്ടിന്യൂസ് ആണോ? എന്റെ ഫീലിങ്സ് മാറിയപ്പോ, എന്റെ ഇമോഷൻ മാറിയപ്പോ, ഒന്ന് ഞാൻ സന്തോഷത്തോടുകൂടി പറഞ്ഞു, ഒന്ന് എനിക്ക് വിഷമത്തോടുകൂടി ഞാൻ പറഞ്ഞു. എന്റെ ഫീലിങ്സ് മാറിയപ്പോ, എന്റെ ഇമോഷൻ മാറിയപ്പോ, എന്റെ വാക്കുകളിലെ വ്യത്യാസം വന്നു. എന്റെ ഫീലിങ്സ് മാറുമ്പോ എന്ത് പോയിന്റാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ബോർഡിൽ എഴുതി പഠിക്കുന്ന ഏത് ഇംഗ്ലീഷിലാണ് ഇത് നടക്കുക? ഐ ആം ഗോയിങ് അല്ല, ഐ ഡാഷ് ഗോയിങ് ആണ്. ഇതിൽ ഈസാണോ വാസാണോ എന്ന് ഇടുന്ന ആ ലോജിക്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് മനസ്സിലാവും. എന്റെ ഇമോഷൻ മാറുമ്പോൾ വാക്കിന്റെ അർത്ഥം മാറുന്നത്. അപ്പൊ മനസ്സിലാക്കി നോക്ക് എവിടെയാണ് ഭാഷ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ എന്നോട് ഒന്ന് പറയും. ഈ ഇന്നത്തിരിക്കുന്ന പലരും എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോടൊക്കെ ക്ലാസ്സിൽ കയറാൻ പറഞ്ഞത് ഈ ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വാക്കുകൾ കിട്ടില്ലല്ലോ, കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത്? വാക്കിന്റെയും ഗ്രാമറിന്റെ അർത്ഥത്തിന്റെ പുറകെയാണ് പോകുന്നത്. ഞാൻ എന്റെ ഇമോഷൻ മാറിയപ്പോഴാണ് വാക്ക് എടുത്ത് വെച്ചത്. അപ്പൊ അവിടെയാണ് ഇംഗ്ലീഷ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് വരുന്നത്. നിങ്ങളുടെ ഫീലിങ്സിന്റെയും ഇമോഷൻസിനോടും ചേർന്ന് നിൽക്കുന്ന വാക്കിനെ എടുത്ത് വെക്കാൻ പറ്റണം. അവിടെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പൊ പ്രായോഗികതയാണ് പഠിക്കേണ്ടത്. നീ എന്റെ കരളെന്ന് സാറ് പറയുന്ന പോലെ ലിവർ എന്ന് എടുത്ത് വെക്കാൻ പഠിക്കുന്നവരൊരു കാര്യമില്ല. നീ എന്റെ ചക്കര മുത്താന്ന് പറയുമ്പോ ചക്കരക്ക് ശർക്കര എന്നും മുത്തിന് പോളെന്നും പഠിച്ചു വെച്ചിട്ട് യു ആർ മൈ ജാംഗ്രി പോൾ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളുടെ ഫീലിങ്സ് മാറുമ്പോൾ വാക്കിനെടുത്ത് വെക്കാൻ പഠിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വരേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന രീതി തെറ്റല്ലേ? നിങ്ങൾക്ക് മുന്നിൽ 100 വാക്കുണ്ടെങ്കിൽ 100 മലയാളം ഉണ്ടെങ്കിൽ 100 ഇംഗ്ലീഷിന്റെ പുറകെ പോലെ ചെയ്യുന്നത്. അത് ഏത് ഗ്രാമറാണെന്നല്ലേ അന്വേഷിക്കുന്നത്? അതെങ്ങനെ സെന്റൻസ് വെച്ച് കൂട്ടാന്നല്ല ആലോചിക്കുന്നത്. അങ്ങനെ തുന്നിക്കെട്ടി സംസാരിക്കാൻ പറ്റുമോ ഇംഗ്ലീഷ്? ഒരിക്കലും പറ്റില്ല. അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ സ്റ്റെക്കിൽ വന്ന് നിൽക്കുന്നത്. അത് എഴുത്തുഭാഷയുടെ കണ്ടിന്യൂഷനിലാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ആണ് ഭാഷ, നിങ്ങളുടെ ഇമോഷൻസ് ആണ് ഭാഷ. ഓരോരുത്തരും ഓരോ കാര്യം 100 തരത്തിൽ സംസാരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന ഇന്റോനേഷൻ എന്താണെന്ന് കൂടി ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഇന്റോനേഷൻസിനാണ് സംസാര ഭാഷ ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആ സമയത്ത് നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ച് വാക്കുകൾ മാറിക്കൊണ്ടിരിക്കും. അതെന്താണ്? അപ്പൊ ഇമോഷനോട് ചേർന്ന് നിൽക്കുന്ന വാക്ക്, ഇമോഷനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത്രയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഗൂഗിൾ ഫോം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല, ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സെഷൻ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടാവും? സംസാര ഭാഷ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ സംസാര ഭാഷയെ കേൾക്കുക. അവിടെയാണ് ഇമ്പോർട്ടൻസ്. പലരും പറയും ഡേ 1 മുതൽ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. എന്ത് സംസാരിച്ച് പഠിക്കാം? ഇവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? എഴുതുന്ന ഭാഷ കേട്ട് എഴുതുന്ന ഭാഷ സംസാരിച്ചിട്ട് എന്ത് കാര്യം? റിട്ടൺ ഫോർമാറ്റ് ആണ് ഇവിടെ എല്ലാവരും പഠിപ്പിക്കുന്നത്. സബ്ജക്ട് പഠിച്ച്, ഗ്രാമർ പഠിച്ച്, വെർബ് പഠിപ്പിച്ച്, ആക്ടിവിറ്റി പഠിപ്പിക്കുന്ന സാധനം ഈ പറയുന്നത് ഇതാണ് ആദ്യമേ തന്നെ തള്ളിത്തരുന്നത്. ഇതിരുന്ന് കാണാതെ പഠിച്ചിട്ട് സംസാരിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് എന്തായിരിക്കും? ഇംഗ്ലീഷിന്റെ എഴുത്ത് ഭാഷ ആയിരിക്കില്ലേ? ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഇതേ പഠനം മലയാളത്തിലാണ് പഠിക്കുന്നത്. എന്തായിരിക്കും ഔട്ട്കം? അല്ലയോ സുഹൃത്തെ, താങ്കളെ കാണാൻ ഇന്ന് അതീവ സുന്ദരിയായിട്ട് കണ്ടു, ആയതിനാൽ താങ്കൾ ഇതേ വസ്ത്രവും താങ്കൾ നാളെയും ധരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ മലയാളമായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. ആ സ്ട്രക്ചറിലാണ് മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ദൈവസാഹിത്യം നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബംഗാളി പഠിച്ചിട്ടില്ല. ബംഗാളി എന്താ പറഞ്ഞ, ഞാൻ കേട്ട മലയാളം തിരിച്ച് കേട്ട് പഠിച്ചിട്ട് തിരിച്ചു പറഞ്ഞേക്കാണ്. അപ്പൊ അവര് രക്ഷപ്പെട്ടു. പക്ഷെ ഇംഗ്ലീഷ് നമ്മളിപ്പോ എന്താ ചെയ്യണത്? ഓണും ഓഫും വെന്റും ഇതൊക്കെ ഏത് ഗ്രാമറാണെന്ന് പഠിച്ച് ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ പഠിച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങൾക്കിത് ഭാഷയെ പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊരു പരീക്ഷയ്ക്ക് കൊണ്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ, PSC എക്സാം എഴുതുകയാണെങ്കിൽ, സൈലത്തിന്റെ ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു രീതി വളരെ കറക്റ്റ് ആണ്. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എക്സാമിൽ എഴുതി 1 റാങ്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഭാഷയെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഈ പറയുന്ന പോലെയുള്ള സയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലിസണിംഗ് പ്രാക്ടീസ്, ഡിമോളിഷിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, അതിനുശേഷം ഇന്റോനേഷൻസിനെ പറ്റി പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ അതിനെന്താ വേണ്ടത്? സാറ് പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്താണ്? പ്രാക്ടീസ് ആണെന്ന്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എഴുത്ത് ഭാഷ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. ഡേ 1 തൊട്ട് ഇതൊന്നും പഠിക്കുന്നില്ല. നിങ്ങൾ ഗ്രാമർ ഒന്നും പഠിക്കണ്ട, നമ്മൾ ആദ്യം തൊട്ട് സംസാരിച്ച് തുടങ്ങാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയാൽ എന്താ ചെയ്യേണ്ടത്? അത് എഴുത്ത് ഭാഷയല്ല സംസാരിക്കുന്നതെന്ന് ഉറപ്പാക്കാനുള്ള ബോധവും ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എഴുത്ത് ഭാഷ സംസാരിക്കാൻ പറ്റില്ല, അത് കുറച്ച് കഴിയുമ്പോൾ സ്റ്റക്ക് ആവും.
ഈ ക്യാനും കുട്ടും വില്ലും വെച്ച് വെറുതെ തൊഴിൽ നിന്ന് സംസാരിക്കുന്ന ആ സാധനത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാലുള്ള അപകടത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നോട് പല കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ എങ്ങനെയാണ് ക്ലാസ്സുകൾ അപ്പൊ വരുന്നത്, എങ്ങനെയാണ് എനിക്ക് സമയം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇതിന്റെ ഫീസുകൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു ഉത്തരമാണ്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ വന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് മൊത്തം മനസ്സിലായി ഈ സയൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഇവിടെ വരേണ്ടതുള്ളൂ. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഇത് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് പേഴ്സണൽ ട്രെയിനർ അവൈലബിൾ ആണ് ചോദിക്കാറുണ്ട്. ഇത് രണ്ടിനും കൂടി എനിക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭാഷ സംസാരിക്കുന്നത് ഒരാളോട് മാത്രം സംസാരിച്ചിട്ടല്ല. ഞാൻ ഇന്ന് പറയുന്ന മലയാളം ഒരുപാട് ആളുകളെ മലയാളങ്ങൾ കേട്ട് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞിട്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള ഒരു സാധനമാണ്. ലിസണിങ്ങിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലായിടത്തും ഭാഷ പഠിക്കുന്നതിന് എഴുതി പഠിച്ചിട്ട് അത് ഇരുന്ന് കാണാതെ പഠിച്ച് പറയല്ലോ ചെയ്യുക, കേട്ട് മനസ്സിലാക്കി പറയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരാളോട്, എന്റെ അച്ഛനോട് മാത്രം സംസാരിച്ചിട്ടുള്ള മലയാളം അല്ല എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളോട് മാത്രം സംസാരിച്ചിട്ട് ഭാഷ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സയൻസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. ഭാഷ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള സയൻസിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരാളോട് മാത്രം സംസാരിച്ചുകൊണ്ട് ഭാഷ പഠിക്കാൻ പറ്റില്ല. സോ ഞങ്ങൾ ഒരു പേഴ്സണൽ ട്രെയിനറെ പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾക്ക് എഴുതാൻ പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യാമായിരുന്നു, നിങ്ങൾക്ക് ഭാഷ പഠിക്കണമെങ്കിലൊക്കെ ചെയ്യാം. സംസാരിക്കാൻ പഠിക്കുന്നതിന് പേഴ്സണൽ ട്രെയിനിങ് എന്ന മെത്തേഡ് ഫെയിലിയർ ആണ്, അത് നടക്കില്ല. സയന്റിഫിക്കലി അത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് റെക്കോർഡ് ക്ലാസ്സുകളെ പറ്റി ചോദിക്കാറുണ്ട്, സാറേ അത് ഇതിനകത്ത് ഡ്രൈവേഴ്സ് ആയിട്ടുള്ള നഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്താ ചോദിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കിട്ടില്ലല്ലോ, എനിക്ക് കൃത്യസമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാറേ ഞാൻ കണ്ടിരുന്ന് പഠിച്ചോളാം. അങ്ങനെ കണ്ടിരുന്ന് പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മളില്ലാത്ത സമയത്ത് ഭാഷയെ മെമ്മറൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റില്ല, മൊബൈൽ ആപ്പ് നോക്കി പഠിക്കാൻ പറ്റില്ല, പഠനം നടക്കില്ല. മെമ്മറൈസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റികളും നമ്മൾ ഫോളോ ചെയ്യില്ല, നമ്മളത് ചെയ്യാൻ പറയില്ല, അങ്ങനെ ചെയ്യിപ്പിക്കുകയുമില്ല. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് പഠിച്ച് നശിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ സമയത്ത് ഇവിടെ വന്ന് മീറ്റിംഗിൽ ഇരിക്കേണ്ട സാധ്യത തന്നെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മളെ എഴുതാൻ വേണ്ടി പഠിപ്പിച്ച പഠനത്തിന്റെ കണ്ടിന്യൂഷനിലാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഈ രണ്ട് പരിപാടി നമുക്ക് നടക്കില്ല. ഇപ്പൊ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, പിന്നെ വാക്കുകളൊന്നും കിട്ടുന്നില്ല സാറേ, അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, എല്ലാവരും ഒരേ ലെവലിലാണ് എന്നൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നമ്മളെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാസം അവസാനിക്കുന്നത് വരെ പ്രിപ്പറേഷൻസ് ആണ്. പ്രിപ്പറേഷൻസ് ഇൻ ദ സെൻസ് ഭാഷ പഠിക്കുന്നതിന് മുൻപ് നിങ്ങളെ തയ്യാറാക്കുന്ന സെഷൻസ്. ഈ സെഷൻസ് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്രാമറിന്റെ ഈ പറയുന്ന കൺസേൺസുകൾ ഇപ്പം ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വാസാണെന്ന് പഠിക്കും. അവന് പണ്ടേ അങ്ങനത്തെ ആവാമായിരുന്നു, അപ്പൊ ആവാന്ന് പറയാൻ എന്താന്ന് പഠിക്കും. അവനങ്ങനെ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് ബി ആണെന്ന് പഠിക്കും. ഇങ്ങനെയുള്ള മലയാളങ്ങളുടെ ഇംഗ്ലീഷുകളെ കൃത്യമായി പഠിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്കി ഇംഗ്ലീഷിനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഈ മാസം ഉണ്ടാവുക. ഇതിനെ ഞങ്ങൾ വിളിക്കുന്ന പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ എന്നാണ്. നിങ്ങളെ നേരിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരില്ല. ഞങ്ങൾ നേരിട്ട് നിങ്ങളെ ക്ലാസ്സിലേക്ക് എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട് ആഴ്ചയിൽ ക്ലാസ്സുകൾ, എല്ലാ ആഴ്ചയിലും ബാച്ച് കൊടുക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെയില്ല. ഞങ്ങൾക്ക് എല്ലാ മാസം 5-ാം തീയതികളിലാണ് സംസാരിക്കുന്ന പ്രിപ്പറേറ്ററി ക്ലാസ്സുകൾ തുടങ്ങുക. എല്ലാ മാസം 5-ാം തീയതി സംസാരിക്കാൻ തുടങ്ങുന്ന ബാച്ചിലേക്ക് അതിന് മുൻപത്തെ മാസങ്ങളിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്ത് അപ്പോൾ തൊട്ട് ബേസ് തൊട്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കേൾക്കാൻ പഠിപ്പിക്കുന്ന ലിസണിംഗ് പ്രാക്ടീസ് തീർത്ത് ഒരാളെ മനസ്സിലാക്കിയിട്ടാണ് 5-ാം തീയതി സംസാരിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങൾ ക്ലാസ്സുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ ഇന്ന് തുടങ്ങുന്നുണ്ട്. ഇന്ന് തുടങ്ങിയ ക്ലാസ്സുകൾ ഈ മാസം അവസാനിക്കുന്നത് വരെ പ്രിപ്പറേഷൻസും, അടുത്ത മാസം 5-ാം തീയതി തുടങ്ങി അടുത്ത മാസം ഒരു 20-25-ാം തീയതി വരെ ഇന്ററാക്ഷൻ ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഇന്ററാക്ഷൻ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റിൽ വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, കേൾക്കുന്നു, പഠിക്കുന്നു. ഇങ്ങനെയാണ്. അപ്പൊ ക്ലാസ്സിൽ എന്നോട് ചോദിക്കുന്നത് ഗ്രൂപ്പ് ക്ലാസ് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരോട്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിലല്ല, ലോകത്ത് ഏത് ഭാഷ സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് ആക്ടിവിറ്റികളെ വർക്ക്ഔട്ട് ആവുള്ളൂ. കാരണം എന്താ, ലിസൺ ആൻഡ് റിപ്പീറ്റിനാണ് ഇമ്പോർട്ടൻസ്. 50% ഗോസ് ടു ലിസണിങ്, 50% ഗോസ് ടു സ്പീക്കിംഗ്. അപ്പൊ ഒരാളോട് മാത്രം സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരാളോട് മാത്രം സംസാരിച്ച് ഭാഷ സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെന്താ പറ്റുള്ളൂ, 10 പേരുള്ള ഗ്രൂപ്പിൽ 9 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും തിരുത്തുകയും തെറ്റുണ്ടെന്ന് പറയുകയും അത് പിന്നെയും തിരിച്ചു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കേൾക്കുന്ന 10ാമത്തവനായിട്ടുള്ള അഫ്സലിനാണ് മര്യാദയ്ക്ക് ഭാഷ സംസാരിക്കാൻ പറ്റുക. അല്ലാതെ ഒരാളോട് മാത്രം സംസാരിക്കുന്ന പേഴ്സണൽ ട്രെയിനർ കിടിലാണെന്നും പറഞ്ഞ് അയാളുടെ അടുത്ത് മാത്രം പോയി സംസാരിക്കുന്ന അഫ്സലിനല്ല എന്ന് പറയാൻ ഞാൻ ഈ ആ ഒരു ടൈം ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇത്രയാണ് ക്ലാസ്. ഇപ്പൊ തുടങ്ങിയാൽ അടുത്ത മാസം 20-ാം തീയതി ഉണ്ടാവും ക്ലാസ്സുകൾ. ഇത്രയും സമയം. അപ്പൊ ഇന്ന് ഏകദേശം എത്ര ദിവസം ഉണ്ടാവും? 35 ദിവസം ഉണ്ട് ക്ലാസ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും 35 ദിവസം കഴിയുമ്പോൾ ക്ലാസ്സുകൾ അവസാനിക്കുന്നില്ല. ക്ലാസ്സുകളെ അവസാനിക്കുന്നുള്ളൂ, സയൻസുകളെ അവസാനിക്കുന്നുള്ളൂ. പ്രാക്ടീസ് ഞങ്ങൾ അവസാനിപ്പിക്കില്ല. കാരണം പ്രാക്ടീസ് ലൈഫ് ടൈം ആണ്. എല്ലാ ശനിയാഴ്ചകളും, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ പ്രാക്ടീസുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ക്ലാസ് എടുക്കുന്നതിന് വേറെ ശമ്പളത്തിന് വെച്ച സ്റ്റാഫൊന്നും ഞങ്ങൾക്ക് വരില്ല. ഈ സ്ഥാപനം ഫൗണ്ട് ചെയ്തിരിക്കുന്ന ഫൗണ്ടർ ചന്ദ് സാറാണ് നിങ്ങൾ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ നിങ്ങളെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്താൽ മതി. എന്ത് ഇംഗ്ലീഷ് അറിയുന്ന ആള്, എഴുത്തുഭാഷയല്ല സംസാര ഭാഷ അറിയുന്ന ഒരാൾ നിങ്ങളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്ത് സാറേ ഇതെങ്ങനെയാണ്, സാറേ ഇതെങ്ങനെ പറയാ, ഇന്നതെങ്ങനെ പറയാ, കണ്ടില്ല എന്ന് എങ്ങനെ പറയാ, അങ്ങോട്ട് പോയി എങ്ങനെ പറയും, ഞാൻ ഇങ്ങോട്ട് വന്നില്ല നീ എന്ത് ചെയ്യുന്ന എങ്ങനെ പറയും, ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ പറഞ്ഞു തരാൻ പറ്റുന്ന ലൈഫ് ടൈം ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു ലാംഗ്വേജ് കോച്ചാണ് സാർ. സാറ് നിങ്ങൾ ജീവിതത്തിൽ കൂടെ കൂട്ടുക, ഇംഗ്ലീഷ് ഇടത്തിൽ കൂടെ കൂട്ടുക. ഈ ലെവലിലേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഈ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം പ്രോഗ്രാം ആണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ഇടത്തിന്റെ ഈ ഒരു പ്രോഗ്രാം ലൈഫ് ടൈം പ്രോഗ്രാം ആണ്.
ഞങ്ങൾ കോഴ്സിന് ഫീസ് ഉണ്ട്, 3000 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ലൈഫ് ടൈം പ്രോഗ്രാമായിട്ട് കൂടെ നിൽക്കുന്നു. അപ്പൊ അതിനകത്ത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു ബേസും ഇല്ല എന്നുള്ള ആളുകൾ എന്താ ചെയ്യുക, ഒട്ടും വാക്കുകൾ കിട്ടാത്തുള്ള ആളുകൾ എന്താ ചെയ്യാന്നുള്ളത്. നമ്മുടെ ക്ലാസ്സിന്റെ അകത്ത് ഞാനെന്ന് പറഞ്ഞാൽ ഐ ആണെന്നും നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആണെന്നും തുടങ്ങി ഏറ്റവും ബേസിൽ നിന്നാണ് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങാം. അപ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമുണ്ട്, മലയാളം വ്യക്തമായി അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ക്ലാസ്സിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം മലയാളങ്ങളുടെ ഇംഗ്ലീഷുകൾ മനസ്സിലാക്കി വെച്ച് കേട്ട് മനസ്സിലാക്കി തിരിച്ചു പറഞ്ഞാണ് ഭാഷ പറയാൻ പഠിക്കുന്നത്. അപ്പോൾ ലിസണിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ മലയാളം അറിഞ്ഞിരിക്കണം, മലയാളങ്ങളുടെ ഇംഗ്ലീഷുകളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ അറിയുന്ന ഒരാൾക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പങ്കെടുത്താൽ മര്യാദയ്ക്ക് ഭാഷ പഠിക്കാൻ പറ്റും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ലെവലൊന്നും അറിയാതെ പിന്നെ എല്ലാവരും കൂടി എങ്ങനെയാണ് ഒരു തട്ടിലിട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരാൻ പറ്റുമോ സാറേ, എന്റെ ലെവൽ എനിക്ക് ഒട്ടും അറിയില്ല, ചില ആൾക്കാർ പറയും കുറച്ചറിയാം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഞാൻ അതും കൂടി ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് പറയുന്നത്. അങ്ങനെ നമുക്ക് ഭാഷയെ ലെവലിൽ തിരിക്കാനൊന്നും പറ്റില്ല, അത് നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം നിങ്ങൾ മലയാളികളല്ലേ, മലയാളത്തിന്റെ ലെവൽ അഫ്സലിന് എന്താണെന്ന് ചോദിച്ചാൽ അഫ്സലിന് അറിയാൻ പറ്റുമോ? സജിനയ്ക്ക് എന്താണ് സജിനയുടെ മലയാളത്തിന്റെ ലെവൽ എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? എന്റെ ഒരു അറിവിൽ അങ്ങനെ നമുക്ക് അളക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടൂൾ ഉണ്ടോ എന്ന് വെച്ചാൽ മലയാളത്തിൽ അങ്ങനെ ടൂൾ ഉണ്ടോ? എന്റെ അങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ആ ടൂളിലിട്ട് അളന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിന്റെ സ്കോർ മേടിക്കുന്ന ആൾ ചിലപ്പോൾ OMV സാറൊക്കെ ആയിരിക്കും, ചിലപ്പോൾ സുകുമാർ അഴീക്കോടൊക്കെ ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല എന്താ പറയാ അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്നത്. ചിലപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ പോലത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ അഫ്സലും ഞാനും ഛന്ദസ്സൊക്കെ ഏറ്റവും ലോ ആയി കിടക്കുന്ന, ഏറ്റവും ബേസ് ആയിട്ടുള്ള എന്താ പറയുക ബേസ് ലെവലിൽ കിടക്കുന്ന മലയാളം സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ സംസാരിക്കും. നിങ്ങൾ പറയുമോ മലയാളം സംസാരിക്കും എനിക്കറിയില്ല എന്ന്? അപ്പോ അളക്കുന്നു എന്ന് പറയുന്ന അളവ് പോലൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനത്തെ ഒരു അളവ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം അളവിൽ മലയാളം സംസാരിക്കും അത്രത്തോളം അളവിൽ തന്നെ നിങ്ങൾക്ക് മറ്റേത് ഭാഷ സംസാരിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഇടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ അളവിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷും സംസാരിക്കാൻ പറ്റും. എന്താ ഞാൻ പറയുന്നത്, എഗിൻ പറയുന്നു, മലയാളത്തിൽ എത്ര അളവുണ്ടോ ആ അളവിൽ തന്നെയാണ് മറ്റു ഭാഷ സംസാരിക്കാൻ പറ്റുക. നിങ്ങൾ വാതുറക്കാൻ കഴിവുള്ളവരാണല്ലോ, അതിനെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നാ പറയാ. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ടോ അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് മറ്റേത് ഭാഷ സംസാരിക്കാൻ പറ്റുന്നുള്ള സയൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഭാഷ എന്നൊരു ടേമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഷയ്ക്ക് പകരം നിങ്ങൾ ഇംഗ്ലീഷിന് പകരം അറബി ആക്കിയാലും കന്നഡ ആക്കിയാലും തമിഴ് ആക്കിയാലും നിങ്ങൾക്ക് എല്ലാ ഭാഷ പഠിക്കുന്നതിന് ഈ ഒറ്റ മെത്തേഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ 20 കോഡുകളിലൂടെ സൂത്രവാക്യത്തിലൂടെ ഒന്നും ഒരു ഭാഷയും നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്, അതൊരിക്കലും നിങ്ങൾക്ക് പ്രായോഗികതയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ ഒരേ കാര്യങ്ങൾ തന്നെ 10 രീതിയിൽ പറയുന്ന 10 ആളുകളുടെ കൂട്ടത്തിനുള്ളിൽ പോയിരിക്കുക എന്നുള്ളതാണ്. A1 തൊട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളെ വായ കെട്ടിവെച്ച് ഞാൻ നിങ്ങളെ സായിപ്പിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ 6 മാസം നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇട്ടെന്ന് വിചാരിക്കുക. 6 മാസം കഴിഞ്ഞ് ആ കെട്ടഴിക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം ദ പവർ ഓഫ് ലിസണിങ്. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ദ പവർ ഓഫ് ലിസണിങ്ങിനെ പറ്റി? ഇവിടെ ആരും പറയുന്നുണ്ടോ? കേട്ടാൽ മതി, ഭാഷ പഠിക്കാൻ കേട്ടാൽ മതി ആരാ പറയുന്നത്? ഭാഷ പഠിക്കണമെങ്കിൽ സംസാരിക്കാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ട്രെയിനർ വഴി ഗൂഗിൾ പേ ആപ്പ് വഴിയും പഠിക്കാന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. ഈ ഒരു ലോജിക്കാണ് ഞങ്ങൾ ഇതിലൂടെ ഞങ്ങളുടെ ക്ലാസ്സുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ തുടങ്ങുന്ന ക്ലാസ്സുകൾ അടുത്ത മാസം 20-25 തീയതി അവസാനിക്കുന്നു. ഡെയിലി ക്ലാസ്സുകൾ ഉണ്ട്, ഗൂഗിൾ മീറ്റ് വഴിയുള്ള. സൺഡേകളിൽ ക്ലാസ്സുകളില്ല. പിന്നെ നമുക്ക് സാറ്റർഡേസിൽ പ്രാക്ടീസ് ക്ലാസ്സുകളാണ്. ഐ മീൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ഒക്കെ തന്നെയാണ്, സാറ്റർഡേസിൽ ഈ പറയുന്ന ഒരു പ്രാക്ടീസും കൂടി കയറി വരും. അപ്പോ എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്, ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകളാണ്. ഡെയിലി 1 hour സെഷൻസ് ആണ്. ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ്സുകൾ 3 സമയങ്ങളാണ് ക്ലാസ്സുകൾക്കുള്ളത്. കാലത്താണെങ്കിൽ 11 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, വൈകിട്ടാണെങ്കിൽ 7:30 ഒരു ക്ലാസ് ഉണ്ട്, രാത്രിയിലാണെങ്കിൽ 10:30 ഒരു ക്ലാസ് ഉണ്ട്. ഇങ്ങനെ 3 സമയങ്ങളാണ് ഉള്ളത്. ഇന്ത്യ സമയങ്ങളാണ് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് മാറുക. അപ്പൊ എന്നോട് ഒരു ആൾ പറഞ്ഞിരുന്നു, ഡ്രൈവർ ആയിട്ടുള്ള ഒരാൾ വന്നിരുന്നു. അപ്പൊ ആള് എനിക്ക് ഒന്ന് ലെഫ്റ്റ് ആയി തോന്നുന്നു. അപ്പൊ അവർ കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, സമയ പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, 3 സമയം ചൂസ് ചെയ്യാം. അതാകുമ്പോൾ കാലത്തും വൈകിട്ടും രാത്രിയിലും ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു സമയം സ്പെസിഫിക് ആയിട്ട് ടൈം മാത്രം ചൂസ് ചെയ്തിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾക്ക് അങ്ങനെ സമയവും കാര്യങ്ങളൊന്നുമില്ല. പരമാവധി 3 സമയത്തുള്ള ക്ലാസ്സുകളിൽ വരിക, 3 മണിക്കൂർ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രയും തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അത്രയും കൂടുതൽ ലിസണിങ് കിട്ടും, അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ക്ലാസിന്റെ കോഴ്സിന്റെ ഫീസ് ഞാൻ പറഞ്ഞിരുന്നു, 3000 ഇന്ത്യൻ രൂപയാണ് നമ്മൾ ഈ പറയുന്ന ലൈഫ് ടൈം പ്രോഗ്രാമിന് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള, ഇന്ന് ക്ലാസ്സുകൾ ഇവിടെ ഇത്രയും സമയം ഇരുന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു ഫിനാൻഷ്യൽ ഓഫറും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയാനായിട്ട് ഇപ്പൊ എങ്ങനെയാണോ നിങ്ങൾ ഈ ലിങ്കിലേക്ക് വന്നിട്ടുള്ളത്, ആരോടാണോ സംസാരിച്ച ഒരാൾ ഈ ലിങ്ക് എന്നിട്ടായിരിക്കും നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടാവുക. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവരൊരു ഫിനാൻഷ്യൽ ഓഫറും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു ഫോം ഉണ്ട്, ആ ഫോം നിങ്ങൾക്ക് തരും. ആ ഫോം ഫില്ല് ചെയ്യുക, നേരെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരോട് ഡിസ്കസ് ചെയ്യുക. റൈറ്റ് അയാളാണെന്ന് അവർക്കും തോന്നിയാൽ നിങ്ങൾക്കും തോന്നിയാൽ കൃത്യമായിട്ട് ഈ സയൻസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ക്ലാസ്സിലേക്ക് വന്ന് പങ്കെടുത്ത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് വെരി റീസെന്റ് നമ്മളൊരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത മാസത്തേക്കാണ് പിന്നെ അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ടാവുക. ഇതാണ് ക്ലാസ്സിന്റെ ഏകദേശം ഒരു ഐഡിയ. യെസ്, അപ്പൊ എല്ലാവർക്കും ഭാഷ സംസാരിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും സംസാര ഭാഷയെ സംസാരിക്കാൻ പറ്റട്ടെ, എഴുത്ത് ഭാഷയിൽ നിന്നും മോചനം കിട്ടട്ടെ. നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാവർക്കും ലോകത്തോട്, സമൂഹത്തോട്, ജീവിതത്തിലൊക്കെ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റട്ടെ. എല്ലാവർക്കും ഫ്ലുവൻസി ആശംസിക്കുന്നു.